ഹായ് ഹലോ എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഓൾറെഡി ചാപ്റ്റർ 1 ഇന്നലെ ഡിസ്കസ് ചെയ്തു. അതിലെല്ലാവരും ആക്റ്റീവായിട്ട് പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ നമ്മുടെ ചാപ്റ്റർ 2 റിവൈസ് ചെയ്യാൻ എല്ലാവരും റെഡി ആയിട്ട് വന്നു. യെസ്, വന്ന് കഴിഞ്ഞിരിക്കുന്നു. ഫർസാന എത്തിയിട്ടുണ്ട്. ഫർസാന വേഗം നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിക്കൊണ്ട് വരൂ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ നമ്മുടെ ചാപ്റ്റർ 1 എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചില്ലേ? റിവിഷൻ ചെയ്തില്ലേ? ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്. നമ്മളിപ്പോൾ അത് റിവൈസ് ചെയ്യുകയാണ് ഫോർ എക്സാം. അപ്പോൾ എക്സാം ഒക്കെ ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഡേ ബൈ ഡേ ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് പൊക്കോണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്കിനി അധികം സമയമില്ല. നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്ത് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. സോ ഇന്ന് നമ്മുടെ ചാപ്റ്റർ 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി ചാപ്റ്റർ 1 പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ നമ്മുടെ പോർഷനിലേക്ക് കടക്കാം. സോ എല്ലാവർക്കും സുഖമല്ലേ? നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ? ഇവിടെ കുറച്ച് മഴയൊക്കെ പെയ്യുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള ഒരു തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ ആ ഒരു ഫയറോട് പഠിക്കും. ബിക്കോസ് ഇത്തവണ നമുക്ക് ഷുവർ പാസ് അല്ലേ? യെസ്, ഖദീജ എത്തിയിട്ടുണ്ട്. ഖദീജ ഹായ്. ഖദീജ, ഫർസാന, ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിക്കൊണ്ട് വരും കേട്ടോ. ഇന്നലെ ഉണ്ടായിരുന്ന ചാപ്റ്റർ 1 കവർ ചെയ്ത് എല്ലാവരും തന്നെ ചാപ്റ്റർ 2 അടിപൊളിയായിട്ട് നമുക്കൊന്ന് കവർ ചെയ്യണം. സോ നമ്മുടെ ഇന്നത്തെ ചാപ്റ്ററിൻ്റെ നെയിം എന്ന് പറയുന്നത് കറണ്ട് ഇല്ല. സോ ആ ഒരു ഡെഡിക്കേഷനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫർസാനയുടെ ആ ഒരു ഡെഡിക്കേഷൻ. കറണ്ട് ഇല്ല, ബട്ട് സ്റ്റിൽ നമ്മുടെ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് നമുക്ക് ഷുവർ പാസ് ആണ്. നമുക്ക് ഷുവർ പാസ് വേണം. അതുകൊണ്ട് തന്നെ ഫർസാന കറണ്ട് ഇല്ലാഞ്ഞിട്ടും ഇവിടെ സെറ്റാണ് പഠിക്കാനായിട്ട്. ഹായ് ഷംന, ഹായ്. കറണ്ടൊക്കെ പെട്ടെന്ന് വരട്ടെ. അതുവരെ നമുക്ക് ഫോണൊക്കെ ചാർജൊക്കെ ഉണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് സ്ട്രക്ചർ ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ ആണ്. സഫ ഹായ്. സഫ അത് മതി. ഹായ് സഫ, ഇന്നലത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ എല്ലാവരും? ചാപ്റ്റർ 1 കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് മെയിനായിട്ട് ഇന്ത്യൻ ബാങ്കിങ് സ്ട്രക്ചറിനെ പറ്റിയാണ്. നമുക്ക് മെയിനായിട്ട് ഫോർമലി സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ആയിട്ടുള്ള 2 സ്ട്രക്ചറാണ് നമുക്കുള്ളത്. നമുക്ക് ഇൻഫോർമലിനെ വേണമെങ്കിൽ കുറച്ച് അൺഓർഗനൈസ്ഡ് എന്ന് നമുക്ക് പേരിട്ട് വിളിക്കാം. നമ്മുടെ ആൻസർ നിങ്ങൾ ഫ്രെയിം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഇൻഫോർമൽ എന്ന് ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ ഒരു ക്വാളിറ്റി ഉള്ളൊരു വേർഡ് യൂസ് ചെയ്യാം. എന്താണ് അൺഓർഗനൈസ്ഡ് എന്നുള്ളത്. അപ്പം ഇതുപോലെയുള്ള വേർഡ്സ് വെച്ചിട്ട് നിങ്ങളുടെ ആൻസേഴ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ തള്ളലൊന്നും അവർക്ക് തള്ളലായിട്ട് തോന്നില്ല. സോ അതിനാണ് നമ്മൾ ഇന്ന് മെയിൻ കീ പോയിന്റ്സ് ഒക്കെ സൂക്ഷിച്ചു വെക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചെറിയ പേപ്പറും പേനയൊക്കെ എടുത്ത് കയ്യിൽ വെക്കാൻ. നിങ്ങൾക്ക് നോട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്ത് കയ്യിൽ വെക്കുക. എന്നിട്ട് ഈ വേർഡ്സ് ഒക്കെ ഒന്ന് റൈറ്റ് ചെയ്ത് പോവുക. അപ്പം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അതെന്താവും, നിങ്ങളുടെ ഉള്ളിൽ അത് ഫീഡാവും. സോ നിങ്ങൾ വലിയ എഫേർട്ടൊന്നും ഇടണ്ട. സിംപ്ലി ലൈവിലിരിക്കുക. നിങ്ങൾ ഇവിടെ കാണുന്ന നമ്മളുടെ ടേംസ് കാര്യങ്ങൾ, നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ രൂപത്തിൽ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കേൾക്കുന്നതിൻ്റെ കൂട്ടത്തിലൊന്ന് എഴുതിയും കൂടെ വിടുക. എഴുതി കഴിഞ്ഞിട്ട് ലൈവ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്നും എടുത്ത് വായിച്ച് നോക്കുക എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതെന്നുള്ളത്. ഓൾറെഡി നിങ്ങൾക്ക് ഈ നോട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും. ബട്ട് സ്റ്റിൽ നിങ്ങൾ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇംഗ്ലീഷിലോ മംഗ്ലീഷിലോ മലയാളത്തിലോ എങ്ങനെയെങ്കിലുമൊക്കെ എഴുതി വെച്ച് നിങ്ങളത് വായിക്കുമ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു രീതിയും കൂടെ ഫോളോ ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ബാങ്കിങ് സ്ട്രക്ചർ 2 രീതിയിലുണ്ട്. അൺഓർഗനൈസ്ഡും ഉണ്ട്. അപ്പോൾ അടുത്തത് ഏതായിരിക്കും? ഓർഗനൈസ്ഡ് ആയിരിക്കും. ഇതിനെ നമുക്ക് സിംപ്ലി ഇൻഫോർമൽ ആൻഡ് ഫോർമൽ രീതി എന്ന് പറയാം. ആൻഡ് അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ മണി ലെൻഡേഴ്സ് ഉണ്ട്. ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് എന്ന് പറയുമ്പോൾ ആ വേർഡ് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ട്രഡീഷണൽ ഒരു അപ്രോച്ച് ഓഫ് ബാങ്കിങ്ങിനെയാണ് നമ്മൾ ഇൻഡിജീനിയസ് ബാങ്കേഴ്സ്, അത് ഇപ്പോഴും ഫോളോ ചെയ്ത് പോകുന്നവരെയാണ് ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് നമ്മൾ പറയുന്നത്. ദെൻ മണി ലെൻഡേഴ്സ്. ഇത് 2 അൺഓർഗനൈസ്ഡ് അല്ലെങ്കിൽ ഇൻഫോർമൽ വേ ഓഫ് നമ്മുടെ ബാങ്കിങ് സെക്ടർ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി ഓർഗനൈസ്ഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം RBI ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പെക്സ് ബാങ്ക് എന്താണെന്ന് നമുക്ക് പഠിക്കണം. അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്താണെന്ന് പഠിക്കണം. ഇതിന് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? RBIയിൽ വരുന്നത് RBI ഉണ്ട്,
ദെൻ അതർ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊമേഴ്ഷ്യൽ ഉണ്ട്, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ഉണ്ട്, PRBs, LABs ഒക്കെ ഉണ്ട്. ആൻഡ് അപ്പെക്സ് ബാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ NHB, IIB, SIDBI, എക്സിം ബാങ്ക്, NABARD, IDBI, ഈ ഷോർട്ട് ഫോംസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. സ്ട്രക്ചർ ഓഫ് ബാങ്കിങ് ഇന്ത്യ നിങ്ങൾക്ക് ഏതർ ഒരു ചാപ്റ്ററിൻ്റെ കൂട്ടത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ ചിലർക്ക് സെപ്പറേറ്റ് മൊഡ്യൂൾസ് ആയിട്ടോ ചില ടെക്സ്റ്റിൽ കാണാറുണ്ട്. സോ നമ്മളുടെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ ആണ്. ഓക്കെ ഖദീജ. ദെൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സും ഉണ്ട്, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സും ഉണ്ട്. അപ്പോൾ ഇത്രയും ബാങ്കുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇത്രയും ബാങ്കുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടർ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇൻഫോർമൽ ലെൻഡേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഫോർമൽ ലെൻഡേഴ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിനെ RBI റെഗുലേറ്റഡ് അല്ല, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ത്രൂ റെഗുലേറ്റഡ് അല്ലാത്ത ബാങ്കുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അൺഓർഗനൈസ്ഡ് ബാങ്ക് അല്ലെങ്കിൽ ഇൻഫോർമൽ ലെൻഡേഴ്സ് എന്ന് പറയുന്നത്. അതിലെ ഫസ്റ്റ് വണ്ണാണ് എന്താ ഇൻഡിജീനസ് ബാങ്കേഴ്സ്. ഇൻഡിജീനസ് ബാങ്കേഴ്സ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ഫേംസ് ആണ്. നിങ്ങളിവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് നമുക്ക് തിയറി പേപ്പറാണ്, നമുക്ക് ബോറടിക്കും, നമ്മൾ എഴുതി മടുക്കും എക്സാമിൻ്റെ ഒരു ഫേസിലേക്ക് വരുമ്പോൾ. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള കീവേഡ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതിലൂടെ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് എന്ന് ഓർക്കുമ്പോൾ അത് ഒന്ന് ഓർക്കുക, അൺഓർഗനൈസ്ഡ് ആണ് അല്ലെങ്കിൽ ഇൻഫോർമൽ ആണ്. അതുകൊണ്ട് തന്നെ RBI ഓതറൈസ്ഡ് ആയിട്ടുള്ള റെഗുലേഷൻസ് ഒന്നും ഫോളോ ചെയ്യുന്നവരല്ല. ആൻഡ് ഇവരെ നമുക്ക് എങ്ങനെ വിളിക്കാം, പ്രൈവറ്റ് ഫേംസ് എന്ന് വിളിക്കാം. പ്രൈവറ്റ് ഫേംസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ആണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവരെന്ത് ചെയ്യുന്നുണ്ട്, എന്തായാലും നമ്മൾ പഠിക്കുന്നത് ബാങ്കിങ് സ്ട്രക്ചർ എന്നല്ലേ പഠിക്കുന്നത്. അപ്പം ഇവർ ബാങ്കിങ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ, ബാങ്കിങ് ആയിട്ടുള്ള ഒരു നേച്ചറിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണല്ലോ നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി പഠിക്കുന്നത്. അപ്പോൾ ഇവർ ബാങ്കുകാർ നോർമലി എന്താ ചെയ്യാറുള്ളത്, ഡെപ്പോസിറ്റ്സ് വാങ്ങുക, മണി ലെൻഡ് ചെയ്യുക, അതൊക്കെ തന്നെ ഇവരും എന്ത് ചെയ്യുന്നുണ്ട്. ബട്ട് ഇൻ എൻ ഇൻഫോർമൽ വേ, ഒരു പ്രൈവറ്റ് ഫേമായിട്ട് നിന്ന് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽസ് ആയിട്ട് തന്നെ നിന്നുകൊണ്ട് RBI റെഗുലേഷൻസ് ഒന്നും ഫോളോ ചെയ്യാതെ പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലൊക്കെ തന്നെ ഫോളോ ചെയ്തു പോകുന്നവരാണ് ഇൻഡിജിനസ് ബാങ്ക്സ് എന്ന് പറയുന്നത്. അവർ ബാങ്കിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവർ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി എന്നുള്ളതായിരിക്കും. ആൻഡ് ഇത് റൂറൽ ആൻഡ് സെമി അർബൻ ഏരിയാസിലായിരിക്കും ടിപ്പിക്കലി നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ദെൻ ഒരു ഡെഫിനേഷൻ ഒരു 1 മാർക്കിന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഡിഫൈൻ ഇൻഡിജിനസ് ബാങ്ക്സിന് ഡെഫിനേഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് എഴുതാൻ പറ്റുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആൻഡ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ഫേം റിസീവിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ഡീലിംഗ് ഇൻ ഹ്യൂണ്ടീസ് ആൻഡ് ലെൻഡിങ് മണി. ഹ്യൂണ്ടീസ് എന്ന് വെച്ചാൽ പഴയ ഒരു ഫോം ഓഫ് പ്രോമിസറി നോട്ടിനെയാണ് നമ്മൾ ഹ്യൂണ്ടീസ് എന്ന് പറയുന്നത്. അതിങ്ങനെ ലിറ്ററലി നമ്മളിങ്ങനെ എഴുതി കൊടുക്കും, ഞാൻ ഇത്ര മണി നിങ്ങൾക്ക് തരാണ്ട്, ആ ഒരു രീതിയിലുള്ളത് തന്നെയാണ് ഹ്യൂണ്ടീസ് എന്ന് പറയുന്നത്. സോ ഹ്യൂണ്ടീസിലും അതുപോലെ തന്നെ ലെൻഡിങ് മണിയിലും ഡീൽ ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ റിസീവിങ് ഡെപ്പോസിറ്റ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഇൻഡിജിനസ് ബാങ്കേഴ്സ് എന്ന് പറയുന്നത്. ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചാൽ എഴുതാനുള്ള ഒരു സിമ്പിൾ സെൻറ്റൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇപ്പം തന്നെ എല്ലാവരും അത് വായിച്ച് പഠിച്ചു പോകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. ഇപ്പം തന്നെ അത് വായിച്ച് പഠിച്ചു പോകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കിക്കേ, കൺഫേം ചെയ്ത് ഇപ്പം തന്നെ. നമുക്കിനി വേറൊരു ടൈം ഇതിലേക്ക് മാറ്റി വെക്കേണ്ടതില്ല. എനിവേ നിങ്ങൾ ഈ ഒരു ടൈം നിങ്ങളിവിടെ സ്പെൻഡ് ചെയ്യുകയാണ്. അപ്പം നമ്മൾക്ക് ഈ ഒരു ടൈം മതി നമുക്കിനി നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിലേക്ക് എക്സാമിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത്. സോ അതുകൊണ്ട് ഈ ഒരു ടൈം മാക്സിമം നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. ആൻഡ് ഈ പറഞ്ഞ ഇൻഡിജിനസ് ബാങ്കേഴ്സിൻ്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കണ്ടു ഡെപ്പോസിറ്റ്. ഇവരെ ബാങ്കിങ് എന്നൊരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുക, ബാങ്കിങ് നോർമലി എന്താ ചെയ്യുന്നത്, ഡെപ്പോസിറ്റ്സ് വാങ്ങുന്നുണ്ട്, മണി ലെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും ഇവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ഫങ്ഷൻസ് ഓർത്തിരിക്കാനായേ. ദെൻ ഡീൽസ് ഇൻ ഹ്യൂണ്ടീസ്, നമ്മൾ ഡെഫിനിഷൻ പഠിച്ചപ്പോൾ പറഞ്ഞൊരു വാക്കാണ്, ഒരു ഡിഫറെൻറ്റ് വാക്കല്ലേ ഹ്യൂണ്ടീസ്. ഹ്യൂണ്ടീസ് എന്ന് പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് സിമിലർ ആയിട്ടുള്ളതാണ്. എന്താണ് ഇവർ ഇപ്പോഴും എന്താ പറയുക, ഈ പറഞ്ഞ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ടൈപ്സ് ഓഫ് ഹ്യൂണ്ടീസ് എന്ന് പറഞ്ഞാൽ ദർശനി ഹ്യൂണ്ടി ഉണ്ട്, മുണ്ടാട്ടി ഹ്യുണ്ടി ഉണ്ട്, പേബിൾ ഓൺ ഡിമാൻഡ്. നമുക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ചൊക്കെ നമുക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ച് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ പഠിക്കുമ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. സോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈ ഒരു കാര്യം മനസ്സിലാവും.
സോ ഇപ്പോൾ ഇത്ര മനസ്സിലാക്കുക. ഡീൽസ് ഇൻ ഹ്യൂണ്ടീസ്, അതുപോലെ തന്നെ ലെൻഡിങ് ആൻഡ് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, ഇതാണ് 3 ഫംഗ്ഷൻസ്. നാലാമത്തെ ഒരു ഫംഗ്ഷൻസ് ഉണ്ട്, നോൺ ബാങ്കിങ് ഫംഗ്ഷൻസും ഇവർ എന്ത് ചെയ്യാറുണ്ട്, പ്രൊവൈഡ് ചെയ്യാറുണ്ട്. മണി എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ വെൽത്ത് ആൻഡ് അസറ്റ് സ്റ്റോറേജ്, ആക്ടിങ് ആസ് കമ്മീഷൻ ഏജന്റ് ആൻഡ് ട്രേഡ്, മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് ഫോർ മെർച്ചൻസ് യൂസിങ് ബാഹി ഖാത്ത, അതായത് ട്രഡീഷണൽ ലെഡ്ജേഴ്സ്, ഫിനാൻസിങ് ഫെസ്റ്റിവൽസ് ഓർ മാരേജസ് ഇൻ റൂറൽ ഫാമിലീസ്. ഇതൊരു ഇൻഫോർമൽ വേ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഓൾട്ടർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം അത് മറ്റ് നോൺ ബാങ്കിങ് ആയിട്ടുള്ള ഫംഗ്ഷൻസും ഇവർ എന്ത് ചെയ്യാറുണ്ട്, പെർഫോം ചെയ്യാറുണ്ട്. അപ്പം 4 ഫംഗ്ഷൻസ് ആണ് മെയിനായിട്ട്: അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, ലെൻഡിങ് മണി ആൻഡ് ഡീൽസ് ഇൻ ഹ്യൂണ്ടീസ്, അതുപോലെ തന്നെ നോൺ ബാങ്കിങ് ഫംഗ്ഷൻസ് എന്നുള്ളത്. ദെൻ ഈ ഒരു ട്രഡീഷണൽ വേ ഓഫ് ഇൻഡിജിനസ് ബാങ്കേഴ്സിൻ്റെ ഒരു ഡിഫക്റ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ, കമ്പൈനിങ് ബിസിനസ് വിത്ത് നോൺ ബാങ്കിങ് ബിസിനസ്. അതായത് ഇവരുടേതായിട്ടുള്ള ഒരു എന്താ പറയുക, ബിസിനസ്സിനോട് കൂടിയായിരിക്കും ഈ പറഞ്ഞിട്ടുള്ള ബാങ്കിങ് ആക്ടിവിറ്റീസ് നടത്തിക്കൊണ്ട് പോകുന്നത്. അത് കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഡിഫിക്കൽട്ടീസ് അവിടെ ഉണ്ടാവും. ഓർഗനൈസ്ഡ് അല്ലാത്തത് കൊണ്ട് റൂൾസ് റെഗുലേഷൻസ് കാര്യങ്ങളൊന്നുമില്ല. അവരുടേതായിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേയിലായിരിക്കും, their own വേയിലായിരിക്കും, യൂണിഫോം റൂൾസ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ, പിന്നെ ചിലർക്ക് ഫേവറബിൾ ആവുക, ചിലർക്ക് അൺഫേവറബിൾ ആവുക, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഓർഗനൈസ്ഡ് അല്ല എന്നുള്ളത് ഇതൊരു ഡിഫക്റ്റീവാണ്. അതുപോലെ തന്നെ ബാങ്കിങ് ആക്ടിവിറ്റീസിനെ നോൺ ബാങ്കിങ് ബിസിനസ്സുമായിട്ട് ഇവർ മറ്റ് ബിസിനസ്സുകൾ നടത്തുന്നുണ്ടാവും. അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ആയിരിക്കാം മേ ബി ഇവർ ലെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവർ എന്ത് ചെയ്യാറുണ്ട്, ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യാറും ഉണ്ട്. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി കുഴയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, അതും ഉണ്ടാവാറുണ്ട്. പിന്നെ ഇവർ പൊതുവെ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലോൺസ് നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താ പറയുക, നോൺ ബാങ്കിങ് ഫങ്ഷൻസ്, മാരേജസ് ഒക്കെ നടത്താൻ, അതായത് ഇൻകം ജനറേറ്റിംഗ് അല്ലാത്ത ആക്ടിവിറ്റീസ്, മാരേജസ് നടത്താനായിട്ട്, അങ്ങനെയുള്ള ഫങ്ഷൻസ് പാർട്ടീസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ ഇവർ ഈ ഒരു ബാങ്കേഴ്സിനെ സമീപിക്കുന്നു. അപ്പോൾ അങ്ങനെ രീതിയിലുള്ള ഫണ്ട് നമുക്ക് അലോക്കേറ്റ് ചെയ്യുന്നത് അൺപ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതും ഈ ഒരു ബാങ്ക്, അതായത് ഇൻഡിജിനസ് ബാങ്കേഴ്സിൻ്റെ ഒരു എന്താണ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ബാങ്കേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇൻഫോർമൽ ആയിട്ടുള്ള ബാങ്കേഴ്സിൻ്റെ ഒരു ഡിഫക്റ്റ് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ആൻഡ് ലിമിറ്റഡ് റിസോഴ്സസ് ആണ് ഇവർക്ക്. ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഫേംസ് ആണ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇവർ ഒരുപാട് പേരിൽ സ്പ്രെഡഡ് ആയിരിക്കില്ല, കുറച്ച് പേരിൽ ചുരുങ്ങി നിൽക്കുന്നവരായിരിക്കും. ഇൻഡിവിജ്വൽസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ലിമിറ്റഡ് ആയിരിക്കും. അപ്പം അവരുടെ റിസോഴ്സസ് എന്താണ്, ലിമിറ്റഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് പീപ്പിൾ, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലർക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലും ചിലർക്ക് അൺഫേവറബിൾ ആയിട്ടുള്ള രീതിയിലും ഒക്കെ നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. ബിക്കോസ് അവിടെ ഒരു റെഗുലേഷൻ ആയിക്കോട്ടെ, ഒരു യൂണിഫോം റൂൾസ് കാര്യങ്ങളൊന്നും ഇല്ല. അത് എന്തുകൊണ്ടാണ്, ഇവിടെ RBI കൺട്രോൾ ഇല്ലാത്തത് കൊണ്ട് ആണ്. ഓക്കെ, ദെൻ മണി ലെൻഡേഴ്സ്. Money lenders are those persons who do not accept deposit from public but merely lend their own funds. അവരുടെ ഫണ്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്, ലെൻഡ് ചെയ്യുന്നുണ്ട്. പലിശയ്ക്കും ഇൻട്രസ്റ്റ് ഒക്കെ വാങ്ങി അവർ ലെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഡെപ്പോസിറ്റ് ഒന്നും ഇവർ എന്ത് ചെയ്യുന്നില്ല, അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ദേ ലെൻഡ് മണി മെയിൻലി ഫോർ ദ കൺസംഷൻ ആൻഡ് അതർ ഡൊമസ്റ്റിക് പർപ്പസസ്. ഡൊമസ്റ്റിക് പർപ്പസിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവർ മെയിൻലി അവരുടെ മെയിൻ ആക്ടിവിറ്റി എന്താണ്, ലെൻഡിങ് ആണ്. ലെൻഡിങ്, മണി ലെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ ലെൻഡിങ് എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നമ്മൾ അവിടെ എന്തില്ല, ഡെപ്പോസിറ്റിംഗ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എവിടെ ഇല്ല, മണി ലെൻഡേഴ്സിലില്ല. ഇൻഡിജിനസ് ബാങ്കേഴ്സിലോ, ബാങ്കേഴ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബാങ്കിങ്ങിൻ്റെതായിട്ടുള്ള ഫംഗ്ഷൻ രണ്ടും അവിടെ വരും, അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ്, ലെൻഡിങ് മണി. ഇവിടെ മണി ലെൻഡേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലെൻഡിങ് മാത്രമേ അവിടെ ഇൻവോൾവ് ആവുള്ളൂ. ഡെപ്പോസിറ്റ് അവർ അക്സെപ്റ്റ് ചെയ്യാറില്ല. അവരുടെ തന്നെ ഓൺ ഫങ്ഷൻസ് എന്ത് ചെയ്യാറുണ്ട്, ഓൺ ഫണ്ട് ഇവർ കൺസംഷന് വേണ്ടിയിട്ട്, ഡൊമസ്റ്റിക് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ലെൻഡ് ചെയ്യാറുണ്ട്. ഈ രണ്ട് രീതിയിലുണ്ട്. പ്രൊഫഷണൽ മണി ലെൻഡേഴ്സ് ഉണ്ട്, അൺപ്രൊഫഷണൽ ആയിട്ടുള്ള മണി ലെൻഡേഴ്സ് ഉണ്ട്. വേറെ ഒന്നുമല്ല, പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ ഇവരുടെ മെയിൻ പണി ഇത് തന്നെയാണ്. ഇവർക്ക് ഫണ്ട് ഉണ്ടാക്കുക, ഇവരിത് എന്ത് ചെയ്യുക, ലെൻഡ് ചെയ്യുക, ഇതിൽ നിന്ന് വെട്ടുന്ന ഇൻട്രസ്റ്റ്, ഇതൊക്കെയാണ് ഇവരുടെ ഇൻകം. ഇതാണ് ഇവരുടെ മെയിൻ സോഴ്സ് ഓഫ് പണി. ഓക്കെ, നോൺ പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും സൈഡ് ആക്ടിവിറ്റീസിൻ്റെ കൂട്ടത്തിൽ ഇവരെന്ത് ചെയ്തു പോകുന്നു, ഈ ഒരു ലെൻഡിങ് ആയിട്ടുള്ള ആക്ടിവിറ്റിയും കൂടെ നടത്തിക്കൊണ്ട് പോകുന്നു. മണി ലെൻഡേഴ്സ് ആർ ദോസ് പേഴ്സൺസ് ഹൂസ് മെയിൻ ബിസിനസ് ഇസ് ടു ലെൻഡ് മണി. അങ്ങനെയുള്ളവരെയാണ് പ്രൊഫഷണൽ മണി ലെൻഡേഴ്സ് എന്ന് പറയുന്നത്. പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഒരു കാര്യത്തിൽ അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള, അത്ര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ പ്രൊഫഷണൽ എന്ന് പറയുന്നത്. അപ്പം ഇവരുടെ മെയിൻ സോഴ്സ് ഓഫ് വർക്ക് എന്താണ്, മണി ലെൻഡിങ് തന്നെയാണ്. ദെൻ രണ്ട് ടൈപ്സ് ഉണ്ട്, റെസിഡൻറ്റ് മണി ലെൻഡേഴ്സ് ഉണ്ട്, ഇഗ്നറൻറ്റ് മണി ലെൻഡേഴ്സ് ഉണ്ട്.
ആൻഡ് അതുപോലെ തന്നെ നോൺ പ്രൊഫഷണൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ മനസ്സിലാക്കിയത് അവർ മറ്റ് ആക്ടിവിറ്റീസിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ലെൻഡിങ് ആക്ടിവിറ്റി കൂടെ കണ്ടക്ട് ചെയ്ത് പോകുന്നുണ്ട്. അവർ ലാൻഡ് ലോഡ്സ് ആവാം, ട്രേഡേഴ്സ് ആവാം, ഗവൺമെൻറ് എംപ്ലോയീസ് ആവാം, വെൽത്തി ഇൻഡിവിജ്വൽ, കുറേ കാശുള്ളവർ കുറച്ച് കടം കൊടുത്ത് അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന പലിശ കൊണ്ടൊക്കെ കുറച്ച് ഇൻകം ഉണ്ടാക്കുക, ജനറേറ്റ് ചെയ്യുക, ആ ഒരു രീതിയിലൊക്കെ പോകുന്നവർ അങ്ങനെയുള്ളവരായിരിക്കും. പക്ഷെ അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഒരു വർക്ക് ഇതായിരിക്കില്ല, ഒരു സൈഡ് ആക്ടിവിറ്റി ആയിരിക്കും. ഇങ്ങനെയുള്ള കീവേഡ്സ് ഒക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. ആരൊക്കെയായിരിക്കും നോൺ പ്രൊഫഷണൽ ആയിട്ടുള്ള മണി ലെൻഡേഴ്സ്, നോൺ പ്രൊഫഷണലൈസ്ഡ് മണി ലെൻഡേഴ്സ് ആരൊക്കെയായിരിക്കും എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കുക. ലാൻഡ് ലോഡ്സ്, അതുപോലെ തന്നെ ട്രേഡേഴ്സ്, ഗവൺമെൻറ് എംപ്ലോയീസ് അല്ലെങ്കിൽ വെൽത്തി ഇൻഡിവിജ്വൽസ് ഒക്കെ ആയിരിക്കും നോൺ പ്രൊഫഷണലൈസ്ഡ് മണി ലെൻഡിങ്ങിൽ ഏർപ്പെട്ടിരിക്കുക. ആൻഡ് ഈ ഒരു മണി ലെൻഡേഴ്സിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവരുടെ ഫണ്ട്സ് ഡെഡ് മണി ആയിട്ട് വെച്ചിരിക്കാതെ അവർ എന്ത് ചെയ്യുക, ലെൻഡ് ചെയ്യുക, അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യുക, ഇൻട്രസ്റ്റിൻ്റെ രൂപത്തിൽ ഇൻകം ജനറേറ്റ് ചെയ്യുക. മെയിൻലി ഇവർ കൊടുക്കുന്നത് ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള പേഴ്സൺസിനായിരിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ക്യാഷ് ആണ്, ക്വിക്ക്ലി നമുക്ക് കിട്ടും, വിത്ത് പേപ്പർ വർക്ക് കാര്യങ്ങളൊന്നുമില്ല. സാധാരണ നമ്മളൊരു ബാങ്കിൽ പോയി ലോൺ എടുക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സബ്മിറ്റ് ചെയ്താലാണ് പറ്റുക, ഇവിടെ അതൊന്നുമില്ല, ഈസിയാണ് എന്നുള്ളൊരു കാര്യമാണ്. ലെൻഡിങ് ഓപ്പറേഷൻസ് ആർ പ്രോംപ്റ്റ്, അതായത് പെട്ടെന്നുള്ള എമർജൻസിയിലൊക്കെ ഇവർക്ക് ഭയങ്കര ഫീസിബിൾ ആയിട്ടുള്ള ഒരു, ഫീസിബിൾ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഭയങ്കര ആക്സസിബിൾ ആയിട്ടുള്ള, ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു വേ ഓഫ് ലെൻഡിങ് ആണ്, അല്ലെങ്കിൽ വേ ഓഫ് ബോറോയിങ് ആണ് മണി ലെൻഡേഴ്സിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് എന്നുള്ളത്. ആൻഡ് ഇവരുടെ പ്രത്യേകത സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, ഹൈ റേറ്റ്സ് തന്നെയായിരിക്കും ഇവർ ചാർജ് ചെയ്യുന്നുണ്ടാവുക. സോ ഇവരിതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഒരു പുണ്യ പ്രവൃത്തിയല്ലല്ലോ ഇവർ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് അവർ ഹൈ റേറ്റ്സ് തന്നെ ഇവർ എന്ത് ചെയ്യും, ചാർജ് ചെയ്യും. പെട്ടെന്നുള്ള എമർജൻസിയിൽ നമ്മൾ ഈ റേറ്റ് ഒന്നും നമുക്ക് കൺസിഡർ ചെയ്യുന്നില്ല. നമുക്ക് ആ സമയത്ത് ഫണ്ടിൻ്റെ അത്യാവശ്യം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനൊരു രീതിയിൽ പോവുകയാണ്. ആൻഡ് ഈ മണി ലെൻഡേഴ്സ് ആൻഡ് ഇൻഡിജിനസ് ബാങ്കേഴ്സ് ആയിരുന്നു 2 types ഓഫ് അൺഓർഗനൈസ്ഡ്. ഇതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ നോക്കിയിരിക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ എന്താണ് മണി ലെൻഡേഴ്സ് ആൻഡ് ഇൻഡിജിനസ് ബാങ്കേഴ്സ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കുക. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ഇവിടെ ബോൾഡ് ചെയ്തിട്ടുള്ളത്. മണി ലെൻഡേഴ്സ് എന്ത് ചെയ്യുന്നില്ല, ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, ഇല്ല. പക്ഷേ ഇൻഡിജിനസ് ബാങ്കേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടും ചെയ്യുന്നുണ്ട്. ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതുമുണ്ട്, മണി ലെൻഡ് ചെയ്യുന്നതും ഉണ്ട്. മണി ലെൻഡേഴ്സ് ഹ്യൂണ്ടീസിൽ ഡീൽ ചെയ്യുന്നില്ല, പക്ഷേ ഇൻഡിജിനസ് ബാങ്കേഴ്സ് ഹ്യൂണ്ടീസിൽ ഡീൽ ചെയ്യുന്നുണ്ട്. മണി ലെൻഡേഴ്സ് മെയിൻലി അവരുടെ ട്രാൻസാക്ഷൻ ക്യാഷിൽ മാത്രമായിരിക്കും, ക്യാഷ് മാത്രമാണ് അവരുടെ ട്രാൻസാക്ഷൻ ആയിട്ട് വരുന്നത്. മണി ലെൻഡേഴ്സ് ഒരു കൺസംഷന് വേണ്ടിയിട്ടായിരിക്കും അവർ കൊടുക്കുന്നുണ്ടാവുക. ട്രേഡിംഗ് പർപ്പസിന് വേണമെന്നുണ്ടെങ്കിലും ഇൻഡിജിനസ് ബാങ്കേഴ്സിൽ നിന്ന് നമുക്ക് ബോറോ ചെയ്യാവുന്നതാണ്. ഇൻഡിജിനസ് ബാങ്കേഴ്സ് മെയിൻലി അർബൻ ബേസ്ഡ് ആയിരിക്കും, റൂറൽ ഏരിയയിലായിരിക്കും മണി ലെൻഡേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള പീപ്പിൾസിനായിരിക്കും അവർ എന്ത് ചെയ്യുന്നുണ്ടാവുക, മെയിൻലി കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ ഖദീജ, പഠിക്കാമല്ലോ, പ്രശ്നമില്ലല്ലോ. പോയിന്റ്സ് ഉണ്ടായി എന്ത് യൂസ് ചെയ്ത് പഠിച്ചാലും നമുക്ക് ഒരു പ്രശ്നമില്ല. നമ്മുടെ ആൻസർ ഷീറ്റിൽ പക്ക പോയിന്റ്സ് ഉണ്ടായാൽ മാത്രം മതി, മാർക്സ് അടിപൊളിയായിട്ട് വീഴും. ഓക്കെ, ഇനി ഈ ഒരു മണി ലെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു അൺഓർഗനൈസ്ഡ് സ്ട്രക്ചർ ഓഫ് ബാങ്കിനും എന്തുണ്ട്, കുറച്ച് ഡിഫക്ട്സ് ഉണ്ട്. എന്താണ് എന്ന് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ, ലിമിറ്റഡ് ടു മീറ്റ് ദ റിക്വയർമെന്റ് ഓഫ് റൂറൽ പീപ്പിൾ. അവരുടെ റിസോഴ്സസ് ചെറിയ, ഈ റൂറൽ ഏരിയയിലുള്ള ആൾക്കാരുടെ നീഡ്സ് എന്ന് പറയുന്നതും ഈ പറഞ്ഞതുപോലെ ചെറുകിട ആയിട്ടുള്ള നീഡ്സ് ആയിരിക്കും, സ്മോൾ എമൗണ്ട്സിനൊക്കെ ആയിരിക്കും. അപ്പം ആ ഒരു കാര്യങ്ങൾ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള റിസോഴ്സസ് ഈ മണി ലെൻഡേഴ്സിൽ ഉണ്ടാവുകയുള്ളൂ. അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈ റേറ്റ്, ഇത് രണ്ടിടത്തും നമുക്ക് യൂസ് ചെയ്യാവുന്ന പോയിന്റ് ആണ്. ഇൻഡിജിനസ് ബാങ്കേഴ്സിലും അതുപോലെ തന്നെ മണി ലെൻഡേഴ്സിലും ഹൈ റേറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. ആൻഡ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അൺപ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട്, കൺസംഷന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. നമ്മളൊരു കടമെടുത്ത് നമ്മൾ ചിലവുകൾ നടത്തുന്നത് അത്ര എന്താ പറയുക, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണോ, ഒരിക്കലും അല്ല. ഓക്കെ, ആ ഒരു കാരണം ഈ 2 പോയിന്റ്സ് നമുക്ക് 2 ബാങ്കിൻ്റെ കീഴിലും നമുക്ക് പറയാവുന്നതാണ്. അതായത് മണി ലെൻഡേഴ്സിലും ഇൻഡിജിനസ് ബാങ്കേഴ്സിലും നമുക്ക് പറയാവുന്നതാണ്. ദേ പ്രൊവൈഡ് ലോൺ അഗൈൻസ്റ്റ് കോപ്സ്. ഇൻ ദിസ് വേ ദേ കമ്പൽ ദ കസ്റ്റമർ ടു സപ്ലൈ കോപ്സ് ടു ദം. സോ ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ ഡിഫക്ട്സ്. ഇനി ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറിലേക്ക് നമ്മൾ കുറച്ചും കൂടെ ഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് കുറച്ച് ഇൻഫോർമൽ ആയിരുന്നു, കുറച്ച് അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിരുന്നു, കണക്റ്റിംഗ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ആയിരുന്നു. സോ അത് നിങ്ങൾ നന്നായിട്ട് വായിച്ചിരിക്കുക, കീ പോയിന്റ്സ് ഓർത്തിരിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏരിയാസ് അല്ലേ. ഇനി വരാൻ പോകുന്നത് കുറച്ച്
കോംപ്ലിക്കേറ്റഡ് ആയിട്ടില്ല, പക്ഷെ വലിയ പ്രശ്നമില്ല. കാരണം ഈ ഒരു ടൈമിൽ നമ്മൾ കാണുന്ന ടൈപ്പ് ഓഫ് ബിസിനസ് സ്ട്രക്ചർ ഒക്കെ ആയിരിക്കും, ബാങ്കിങ് സ്ട്രക്ചർ ഒക്കെ ആയിരിക്കും. അപ്പം നമുക്ക് ഏറെക്കുറെ എന്തായിരിക്കും പരിചയമുള്ളതായിരിക്കും. നമുക്ക് റിയൽ ടൈം ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടും കൂടെ തന്നെ കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറിനകത്ത് എന്തൊക്കെയാണുള്ളത്? സെൻട്രൽ ബാങ്ക്, മോണിറ്ററി അതോറിറ്റി, അതായത് RBI, അപ്പെക്സ് ബാങ്ക്, അതുപോലെ തന്നെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളൊരു ഫ്ലോ ചാർട്ട് കണ്ടില്ലേ, ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ RBIനെ പറ്റി എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആണ്. എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇയർ എന്ന് പറയുന്നത് 1935 ആണ്. ഇയറൊക്കെ എഴുതി വെക്കുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ 1-2 പ്രാവശ്യമൊക്കെ എഴുതി വെക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓർത്തിരിക്കും. ഫുള്ളി ഓൺഡ് ബൈ ആരാണ്? ഫുള്ളി ഓൺഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. RBI ഫുള്ളി ഓൺഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ്റിൻ്റെ ഒരു മൊത്ത അധികാരം ആർക്കാണുള്ളത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കാണുള്ളത്. സിൻസ് നാഷണലൈസേഷൻ 1949. ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന്? ഫങ്ഷൻ ഓഫ് ഗൈഡിങ് ആൻഡ് റെഗുലേറ്റിംഗ് ബാങ്കിങ് സിസ്റ്റം ഓഫ് എ കൺട്രി. ഈ കൺട്രിയിലെ ബാങ്കിങ് സിസ്റ്റത്തിനെ നമ്മൾ എന്ത് ചെയ്യുക? ഗൈഡ് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഫങ്ഷനാണ് മെയിനായിട്ട് ആര് ചെയ്തു വരുന്നത്? നമ്മുടെ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഗൈഡിങ് ആൻഡ് റെഗുലേറ്റിംഗ് ദ ബാങ്കിങ് സ്ട്രക്ചർ ഓഫ് എ കൺട്രി. ഇത് നമ്മുടെ ഇന്ത്യയിലെ അപ്പം ഇന്ത്യയിലെ ബാങ്കിങ് സ്ട്രക്ചറിനെ ഗൈഡ് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക, അതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 ഫുള്ളി ഓൺഡ് ബൈ ആരാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണ്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത്രയും കാര്യങ്ങളാണ് റിസർവ് ബാങ്കിൻ്റെ കാര്യം. ചോദിച്ചാൽ ഒന്നും അറിയില്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളെങ്കിലും നമുക്ക് എഴുതി വെക്കാനായിട്ട് അറിഞ്ഞിരിക്കണം മക്കളെ, അറിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ അപ്പെക്സ് ബാങ്ക് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു ഫാമിലിയുടെ ഹെഡ് ഓഫ് ദ ഫാമിലി എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി വെക്കാവുന്ന ഒരു ടോപ്പ് ഓഫ് ഇന്ത്യൻ ബാങ്കിങ് സ്ട്രക്ചർ. ഇന്ത്യൻ ബാങ്കിങ് സ്ട്രക്ചറിൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ബാങ്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അപ്പെക്സ് ബാങ്ക് എന്ന് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ അസിസ്റ്റ് ആൻഡ് സപ്പോർട്ട് ദ ഡെവലപ്മെന്റ് ഓഫ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കൺട്രി. നമ്മുടെ കൺട്രിയിലെ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളാണ് അപ്പെക്സ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പെക്സ് ബാങ്ക് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ അസിസ്റ്റ് ആൻഡ് സപ്പോർട്ട് ദ ഡെവലപ്മെന്റ് ഓഫ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദ കൺട്രി. RBIയുടെ ബിഹാഫിലായിരിക്കും ഇവർ എന്ത് ചെയ്യുന്നുണ്ടാവുക? ആക്ട് ചെയ്യുന്നുണ്ടാവുക. RBIയുടെ സെർട്ടൻ ഫങ്ഷൻസും പെർഫോം ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് എന്തൊക്കെ കംപ്രൈസിങ് ആയിട്ടുണ്ട്? IDBI ഉണ്ട്, NABARD ഉണ്ട്, EXIM. ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും. തുടർന്നുള്ള പേജസിൽ നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കുന്നുണ്ട്. IIBI ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, NHB, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഇങ്ങനെയുള്ള ബാങ്കുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അപ്പെക്സ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി ഓർക്കുക. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത് പബ്ലിക് സെക്ടർ ബാങ്കും ഉണ്ട്, പ്രൈവറ്റ് ബാങ്ക്സും ഉണ്ട്. ഈ പ്രൈവറ്റ് സെക്ടർ ബാങ്കിന് നമുക്ക് 2 ഓൾഡ് പ്രൈവറ്റ് ബാങ്ക്സും ഉണ്ട്, അതുപോലെ തന്നെ ന്യൂ ജനറേഷൻ ബാങ്ക്സും ഉണ്ട്. ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് വെച്ചാൽ വാട്ട് യു മീൻ ബൈ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ, വാട്ട് യു മീൻ ബൈ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ RBIയുടെ ഷെഡ്യൂൾ 1934 RBI ആക്ട് 1934ന്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ബാങ്ക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. ഇനി ഈ സെക്കൻഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ലിസ്റ്റ് മെയിൻറ്റെയിൻഡ് ബൈ RBI that includes name of all banks which follow RBI rules, അതുപോലെ തന്നെ with the eligibility conditions given in the act. ആക്ടിൽ പറഞ്ഞിട്ടുള്ള എലിജിബിലിറ്റി കണ്ടീഷൻസ് ഫോളോ ചെയ്യുന്ന, അതുപോലെ തന്നെ RBI റൂൾസ് ഫോളോ ചെയ്യുന്ന ബാങ്കുകളെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഷെഡ്യൂളാണ് സെക്കൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഈ ഷെഡ്യൂളിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ബാങ്കുകളെയാണ് നമ്മൾ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. സോ വാട്ട് യു മീൻ ബൈ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എഴുതുക. Listed in the second schedule of RBI Act 1934. 1934 ആക്ട് 1934 ആണ്. നമ്മൾ 1935 എന്ന് പറഞ്ഞാൽ എന്താണ്? എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ ആണ് 1935. ആക്ട് എന്ന് പറയുന്നത് 1934 ആണ്, ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഷെഡ്യൂൾഡ് ബാങ്ക് എന്താണെന്ന് ചോദിച്ചാൽ എഴുതാൻ അറിയാലോ.
അറിയാലോ, ഖദീജ, സിഫ, ഷംന എല്ലാവരും ഓക്കെ അല്ലേ? ഷെഡ്യൂൾഡ് ബാങ്ക് എന്താണ് എന്ന് ചോദിച്ചാൽ എഴുതാൻ അറിയാലോ. സെക്കൻഡ് ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ്. സെക്കൻഡ് ഷെഡ്യൂൾ എന്താണെന്ന് ചോദിച്ചാൽ എന്താണെന്നുള്ളതും നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെ സെക്കൻഡ് ഷെഡ്യൂൾ എന്താണെന്നുള്ള രീതിയിൽ ചോദിക്കാൻ സാധ്യതകൾ വളരെ കുറവാണ്. ബട്ട് സ്റ്റിൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചു പോകുന്നതല്ലേ. അപ്പോൾ നാളെ നമ്മളോട് ഒരാൾ ചോദിക്കുമ്പോൾ നമുക്കത് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റണം. അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് ഷെഡ്യൂൾ എന്താണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ. ദെൻ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിനെ നമുക്ക് 4 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. പബ്ലിക് സെക്ടർ ബാങ്ക്സും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, ഫോറിൻ ബാങ്ക്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം. അതുപോലെ തന്നെ RRB റീജിയണൽ റൂറൽ ബാങ്ക്സ്, ഇത്തരം ബാങ്കുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാവുന്നതാണ്. ഈ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. പബ്ലിക് സെക്ടർ ബാങ്ക്സിന്റെ എക്സാമ്പിൾസ്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, ഫോറിൻ ബാങ്ക്സിന്റെ എക്സാമ്പിൾ, അതുപോലെ തന്നെ RRBയുടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അടുത്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബിഗസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ്. ബിഗസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഏതാണ്? ബിഗസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത് SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അറൌണ്ട് എത്ര ബ്രാഞ്ചസ് ഉണ്ട് നോക്കിയേ, 22,414. ഇതിൽ കുറച്ചും കൂടെ അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടാവും ഡെഫിനറ്റ്ലി. ആൻഡ് 200 ഫോറിൻ ഓഫീസസ് ഉണ്ടാവും. ഈ നമ്പേഴ്സിൽ കുറച്ചും കൂടെ അപ്ഡേഷൻസ് വന്നിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ വിത്ത് ഓവർ 2 lakh എംപ്ലോയീസ്. ബ്രിട്ടീഷ് എറയിലാണ് ഈ SBI എന്ന് പറയുന്നത് നിലവിൽ വന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് പേരൻസ് വെയർ 3 പ്രസിഡൻസി ബാങ്ക്, അതായത് ബാങ്ക് ഓഫ് കൽക്കത്ത, അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ബോംബെ ആൻഡ് ബാങ്ക് ഓഫ് മദ്രാസ്. 1921 ഈ 3 പ്രസിഡൻസി ബാങ്ക്സിനെയും കൂടെ നമ്മൾ മെർജ് ചെയ്തിട്ട് ഒരൊറ്റ ബാങ്കായിട്ട് പേരിട്ട് വിളിച്ചു. അവനാണ് ആര്? ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്താണെന്ന് ചോദിച്ചാൽ, അതായത് SBIയുടെ 3 പ്രസിഡൻസി ബാങ്ക്സ് ആയിരുന്നു. ബാങ്ക് ഓഫ് കൽക്കത്ത, ബാങ്ക് ഓഫ് ബോംബെ ആൻഡ് ബാങ്ക് ഓഫ് മദ്രാസ്. അത് 1921 ഇതിനെ ഈ 3 പ്രസിഡൻസി ബാങ്ക്സിനെ കൂടെ നമ്മൾ എന്ത് ചെയ്തു, മെർജ് ചെയ്തു, ഫോം ചെയ്ത് ഒരൊറ്റ എൻറ്റിറ്റിനെയാണ് നമ്മൾ ഇമ്പീരിയൽ ബാങ്ക്സ് എന്ന് പറയുന്നത്, ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. So Imperial Bank was nationalized as per the recommendation of Rural Credit Survey Committee and renamed it as State Bank of India. ഈ ഇമ്പീരിയൽ ബാങ്കിനെ നമ്മൾ പേര് മാറ്റി ഇട്ട് വിളിച്ചെടുത്ത ആളാണ് ആര്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇമ്പീരിയൽ ബാങ്കിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഇപ്പോൾ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതിപ്പോൾ നിങ്ങളൊന്ന് നിങ്ങളുടെ പേപ്പറിൽ എഴുതി വെക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കും. SBI എന്നോ IBI എന്നോ എഴുതിയിട്ട് നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക, ഒന്ന് എഴുതി വെക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ അത് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഓക്കെ ആണോ? നല്ല പ്രായമുണ്ട് കേട്ടോ, നല്ല പ്രായമുണ്ട്. ഓൾഡസ്റ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതുപോലെ തന്നെ 8 അസോസിയേറ്റ്സ് ഓഫ് SBI 1955-59 8 അസോസിയേറ്റ്സ് ഉണ്ടായിരുന്നു. കീ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, SBIയുടെ കീ ഫീച്ചേഴ്സ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡിജിറ്റൽ ബാങ്കിങ്, ലൈഫ് സ്റ്റൈൽ സർവീസസ്, ഇൻവെസ്റ്റ്മെന്റ്, അക്കൗണ്ട് ഓപ്പണിംഗ്, യുനോ ക്യാഷ്. യുനോയുടെ ഫുൾ ഫോം ആർക്കൊക്കെ അറിയാം? YONO, YONO ഫുൾ ഫോം ആർക്കൊക്കെയാണ്? അങ്ങനെ തന്നെയാണോ പ്രൊനൗൺസ് ചെയ്യുന്നത്? യെസ്, അതിന്റെ ഫുൾ ഫോം ആർക്കൊക്കെ അറിയാം? യുനോയുടെ ഫുൾ ഫോം ആർക്കൊക്കെ അറിയാം? കമന്റിൽ പോരട്ടെ. SBI പേ എന്താണ്? അതുപോലെ തന്നെ SBI ബഡ്ഡി എന്താണ്? യോനോ എന്താണ്? യുനോ പാസ് ചെയ്ത് പോയി. എന്താണ് യോനോ? YONO. You only need one. Yes, you only need one. November 24, 2017 ഇന്ത്യയുടെ ഫസ്റ്റ് കോംപ്രിഹെൻസീവ് ഡിജിറ്റൽ സർവീസ് പ്ലാറ്റ്ഫോമായ യോനോ, അതായത് യു ഓൺലി നീഡ് വൺ, ഒരു ഇൻറ്റിഗ്രേറ്റഡ് ഓംനി ചാനൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. ഇതെന്താണ് ഓഫർ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, എന്താണ് ഓഫർ ചെയ്യുന്നതെന്ന് അറിയാമോ? ക്യാരറ്റ്
banking and other financial product along with the access to India's largest B2C marketplace for its customers എന്തിനു വേണ്ടിയിട്ട് to meet their lifestyle needs across 16 categories from fashion, style, electronics, education, home and furnishing, travel and hospitality, car booking, car rentals, entertainment, food, dining, health and personal care and others. ഇങ്ങനെയുള്ള 16 കാറ്റഗറീസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് B2C ഒരു മാർക്കറ്റ് പ്ലേസും അതുപോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ പ്രോഡക്ട്സും അതുപോലെ തന്നെ ഇവർക്ക് ഒരു വേണ്ട ലൈഫ് സ്റ്റൈൽ പ്രോഡക്ട്സും കാര്യങ്ങളും ഒക്കെ കൂടെ മെർജ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെയാണ് ഇൻറ്റിഗ്രേറ്റഡ് ഒമ്നി ചാനൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് YONO. അതായത് നിങ്ങൾക്ക് എല്ലാത്തിനും കൂടെ ഒന്ന് മതി എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം. യു ഓൺലി നീഡ് വൺ. ഡേറ്റ് ഓർത്ത് വയ്ക്കുക, 24 നവംബർ 2017 ഇന്ത്യയുടെ ഫസ്റ്റ് കോംപ്രിഹെൻസീവ് ഡിജിറ്റൽ സർവീസ് പ്ലാറ്റ്ഫോം ഏതാണെന്ന് ചോദിച്ചാൽ YONO ആണ്. ദെൻ RRB, റീജിയണൽ റൂറൽ ബാങ്ക്, നമ്മൾ എല്ലാവരും കേട്ടുള്ളതാണ് അല്ലേ? ഓൾമോസ്റ്റ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും റീജിയണൽ റൂറൽ ബാങ്ക് എന്നുള്ളത്. കേട്ടിട്ടുണ്ടോ? ഇതൊരു ലോക്കൽ ലെവൽ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. എവിടെയാണ് ഉണ്ടാവുക? നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലായി, റൂറൽ ഏരിയസിലായിരിക്കും ഉണ്ടാവുക അല്ലെ? റൂറൽ ഏരിയസിലായിരിക്കും ഉണ്ടാവുക. റീജിയണൽ റൂറൽ ബാങ്ക് കം ഇൻടു എക്സിസ്റ്റൻസ് വിത്ത് ദ ജോയിന്റ് എഫേർട്ട് ഓഫ് സെൻട്രൽ ബാങ്ക് അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ആൻഡ് മറ്റ് കൊമേഴ്ഷ്യൽ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് മറ്റ് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഒരു ടുഗെദർ എഫേർട്ടിൽ വന്ന ഒരു ബാങ്കാണ് RRB, അതായത് റീജിയണൽ റൂറൽ ബാങ്ക്. മെയിൻലി എവിടെയാണുള്ളത്? റൂറൽ ഏരിയസിൽ. സിമ്പിൾ അല്ലേ? ഇത് എന്തിനു വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്? ബേസിക് ആയിട്ടുള്ള ബാങ്കിങ് ആൻഡ് ക്രെഡിറ്റ് സർവീസസ് ആർക്ക് വേണ്ടിയിട്ട്? പുവർ ഫാമേഴ്സ് അതുപോലെ തന്നെ സ്മോൾ ട്രേഡേഴ്സ്, റൂറൽ ആർട്ടിസൻസ്, ഇവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഈ RRB ഫോം ചെയ്തിട്ടുള്ളത്. സോ RRB ഫോം ചെയ്തിട്ടുള്ളത് എന്തിനാണ്? ബേസിക് ബാങ്കിങ് ആൻഡ് ക്രെഡിറ്റ് സർവീസസ് ടു പുവർ അല്ലെങ്കിൽ ഫാമേഴ്സ്, സ്മോൾ ട്രേഡേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാർക്ക്, റൂറൽ ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിന്റെ ഓണർഷിപ്പ് പാറ്റേൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓണർഷിപ്പ് പാറ്റേൺ ഓഫ് RRB, ownership pattern of RRB, regional rural bank, സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും കൊമേഴ്ഷ്യൽ ബാങ്കിന്റെയും ടുഗദർ എഫേർട്ടിലാണ് ഇത് നിലവിൽ വന്നതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അവരുടെ എഫേർട്ടിന്റെ പ്രപ്പോർഷൻ ആണ് പറഞ്ഞിട്ടുള്ളത് 50% ബൈ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് 15%, സ്പോൺസർ ബാങ്ക് അതായത് മറ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എല്ലാം കൂടെ 35% വെച്ചിട്ട് ഇങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു ഓണർഷിപ്പ് പാറ്റേൺ വന്നിട്ടുണ്ടാവുക. ഓക്കെ അല്ലേ? ഓണർഷിപ്പ് പാറ്റേൺ ഓഫ് വാട്ട്? RRB. ഓക്കെ അല്ലേ? എല്ലാവരും ഇപ്പം തന്നെ പഠിച്ച് സെൻട്രൽ ഗവൺമെന്റിന്റെ 50%, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ 15%. ഇനി പേപ്പർ പേൻ എടുത്ത് എഴുതാൻ മടിയുള്ളവരാണെങ്കിൽ യു ഡു വൺ തിങ്, കമന്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. ഇപ്പം നമുക്ക് ടൈപ്പ് ചെയ്തും പഠിക്കാം. നോട്ട്ബുക്കിലൊക്കെ എഴുതി പഠിക്കുന്ന സമയം കഴിഞ്ഞു. ഇനി നമുക്ക് മെസ്സേജ് ഒക്കെ ആയിട്ടും ടൈപ്പ് ചെയ്തിടാം. അപ്പം നിങ്ങൾ പെട്ടെന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളൊരു പുതിയ പോയിന്റ് നിങ്ങൾക്ക് കിട്ടുവാണ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സബ്ജക്റ്റിൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പോയിന്റ് നിങ്ങൾക്ക് കിട്ടുവാണ്, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പെട്ടെന്ന് ആ ഒരു പോയിന്റ് നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടിന് അല്ലെങ്കിൽ ക്ലാസ്മേറ്റിന് നിങ്ങളത് ടൈപ്പ് ചെയ്ത് വിടാം. ഈ പോയിന്റ് നിനക്ക് അറിയാമായിരുന്നോ? അറിയത്തില്ലെങ്കിൽ ഇതേ ഇപ്പം പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് വിടാം. ബിക്കോസ് നമുക്ക് എക്സാം ഹാളിൽ റിലാക്സ്ഡ് ആയിട്ടിരിക്കണം. എന്തുകൊണ്ടാണ്? ഇപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ അറിയാമെങ്കിൽ ഇപ്പം നമ്മുടെ വളരെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരാൾ നമ്മൾ സംഹൗ സിറ്റുവേഷനിൽ നമ്മളോട് ചോദിക്കുകയാണ്, ഇത് പറഞ്ഞു തരുമോ? നമുക്കാണെങ്കിൽ പറഞ്ഞു കൊടുക്കാതിരിക്കാനും പറ്റില്ല, ടീച്ചർ കാണുമെന്നുള്ള പേടിയുണ്ട്. അപ്പം നമുക്കൊരു മെന്റൽ സ്ട്രെസ് ആവും. അപ്പം നമ്മൾ ഇപ്പം എന്ത് ചെയ്യുക? ഇപ്പം നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇപ്പം പറഞ്ഞു കൊടുക്കുന്നതിന് ആരും പേടിക്കണമല്ലോ. സോ ഇപ്പം പറഞ്ഞു കൊടുക്കുക. ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് അറിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഈവൻ അറിയാതിരിക്കോ, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളൊന്ന് പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഒരിക്കലും മറക്കാതെ നിങ്ങൾ ഓർത്തിരിക്കും. സോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ അന്നേരം ഓർക്കും, അന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിന് പറഞ്ഞു കൊടുത്തതല്ലേ, വാട്സപ്പിൽ മെസ്സേജ് വിട്ടതല്ലേ, ഇൻസ്റ്റയിൽ മെസ്സേജ് വിട്ടതല്ലേ, മെസ്സേജൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വിടുക ഈ എക്സാമിന് എടുത്തിരിക്കുന്ന ടൈമിലൊക്കെ. ഓക്കെ, സോ ഓണർഷിപ്പ് പാറ്റേൺ ഓഫ് RRB എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിന് മെസ്സേജ് ചെയ്യുക കേട്ടോ. ഓക്കെ, നമ്മളുടെ ക്ലാസ്മേറ്റിന് അവർക്കും പ്രയോജനമാവുന്ന രീതിയിൽ മെസ്സേജ് വിടുക കേട്ടോ. സെൻട്രൽ ഗവൺമെന്റ് എത്രയാണ്? 50%, സ്റ്റേറ്റ് ഗവൺമെന്റ് 15%, മറ്റ് സ്പോൺസർ ബാങ്ക്സ് എത്രയാണ്? 35%. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 100 വരുന്നുണ്ടോ എന്നും കൂടെ അങ്ങനെ ഒരു കാര്യം കൂടെ നിങ്ങൾ നോക്കിയേക്കണം. ഓക്കെ ഖദീജ, ഓക്കെ. മെസ്സേജ് വിട്ടോ? ഫ്രണ്ട്സിന് മെസ്സേജ് വിട്ടോ? യൂട്യൂബ് എല്ലാവരും കട്ട് ചെയ്ത് വെച്ചിട്ട് ഫ്രണ്ട്സിന് മെസ്സേജ് അയക്കാൻ പോയി. അപ്പോൾ ഫ്രണ്ട് വേറൊരു കാര്യം പറഞ്ഞു, പിന്നെ ആ വഴി അങ്ങ് പോവരുത്. ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിനെ മറക്കരുത്. ഓക്കെ, അല്ലെങ്കിൽ കമന്റിൽ ഇടുക. അപ്പം ബാക്കിയുള്ളവരും കാണാതിരിക്കുന്നവരും കാണട്ടെ.
ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് RRB എവിടെയായിരിക്കും? റൂറൽ ഏരിയാസിലായിരിക്കും. മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് ആൻഡ് ബാങ്കിങ് ഫെസിലിറ്റീസ് ഇൻ എവിടെ? റൂറൽ ഏരിയാസ്. അതുപോലെ തന്നെ അഗ്രികൾച്ചറിനെ സപ്പോർട്ട് ചെയ്യാൻ, റൂറൽ ഇൻഡസ്ട്രീസിനെ, സെൽഫ് എംപ്ലോയ്മെന്റിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻസ് പ്രൊമോട്ട് ചെയ്യുക. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കും. ബാങ്ക് അക്കൗണ്ട് ഒക്കെ എടുക്കാനായിട്ട് അത്രയ്ക്ക് ഡെവലപ്ഡ് ആയിട്ടില്ലാത്ത ആൾക്കാരൊക്കെ റൂറൽ ഏരിയാസിൽ ഇപ്പോഴും ഉണ്ട് അല്ലേ? നമ്മളുടെയൊക്കെ പേരൻസ് ആണെങ്കിൽ പോലും അവർക്ക് ഇപ്പോഴല്ലേ ഗൂഗിൾ പേ ഒക്കെ ആക്റ്റീവായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. സോ അതുകൊണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ കുറേ കൂടെ റൂറൽ ഏരിയാസിലേക്കൊക്കെ നോക്കുമ്പോൾ ഇപ്പോഴും ബാങ്ക് അക്കൗണ്ടിലേക്കൊന്നും ആക്സസ് ഇല്ലാത്ത ആൾക്കാർ ഉണ്ടാവും. അപ്പോൾ അവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് റീജിയണൽ റൂറൽ ബാങ്ക്. ഓക്കെ, മെയിനായിട്ട് 2 ഫങ്ഷൻസ് ആണുള്ളത്. എന്തൊക്കെയാണ്? ഗ്രാൻഡിങ് ഓഫ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്, ഗ്രാൻഡിങ് ആൻഡ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു ആർട്ടിസൻസ് ആൻഡ് സ്മോൾ എന്റർപ്രണേഴ്സ്. ഫാമേഴ്സ്, എന്റർപ്രണേഴ്സ്, ഫാമേഴ്സ്, എന്റർപ്രണേഴ്സ്, എന്റർപ്രണേഴ്സ്, ഫാമേഴ്സ്, ഇവർക്ക് എന്ത് കൊടുക്കുക? ഗ്രാൻഡ് ലോണ്, അഡ്വാൻസസ് കൊടുക്കുക. മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് നോക്കി വെച്ചിരിക്കുക. മെയിൻ ഒബ്ജക്റ്റീവ്സ് അതുപോലെ തന്നെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ്, ദെൻ ഓണർഷിപ്പ് പാറ്റേൺ, അതുപോലെ തന്നെ വർഷം കാര്യങ്ങളൊക്കെ. വർഷം വലുതായിട്ടില്ല അല്ലേ ഇതിനകത്ത്, early 90s ഉള്ളൂ. അത് വലിയ പ്രശ്നമല്ല, കാര്യമില്ലാത്ത കാര്യമാണ്, നോക്കണ്ട. ലോക്കൽ ലെവൽ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. സോ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങളുടെ ആൻസറിലുണ്ടെങ്കിൽ, RRBനെ പറ്റി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങളുടെ ആൻസറിലുണ്ടെങ്കിൽ ഹൗ ക്യാൻ നമ്മളുടെ വാല്യുവേഷൻ ചെയ്യുന്ന ടീച്ചേഴ്സിന് നമുക്ക് എങ്ങനെ മാർക്ക് തരാതിരിക്കാൻ പറ്റും? ബിക്കോസ് ഇതൊക്കെ വാലിഡ് പോയിന്റ്സ് ആണ്. ഓക്കെ, സോ അപ്പോൾ ഈ വാലിഡ് പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് തള്ളുക. ഇപ്പോഴാണ് നമുക്ക് തിയറി പേപ്പറിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ചില സാഹചര്യങ്ങളിൽ നമ്മൾ വളരെ മനോഹരമായിട്ട് പേജുകളിലൊക്കെ അഡീഷണൽ ഷീറ്റൊക്കെ വാങ്ങി തള്ളി വെച്ചിട്ടും ചിലപ്പോൾ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ബിക്കോസ് വൈ? നമ്മൾ അതിനകത്ത് ഒന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുറച്ച് വലിച്ചു വാരി എഴുതിയതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ മുങ്ങിപ്പോയി കാണും. അവർ എത്രയും ഇരുന്ന് വായിക്കാനുള്ള കാരണങ്ങൾ കൊണ്ട് അവർ വായിക്കാതൊക്കെ വിട്ടിട്ടുണ്ടാവാം. അപ്പം നമുക്ക് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മളുടെ മെയിൻ പോയിന്റ്സ് നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആ ഒരു മെയിൻ പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക, ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. അതായത് അവർ ഫസ്റ്റ് ആൻസർ ഷീറ്റ് ഒരു പേജ് നോക്കുമ്പോൾ ഇനി എൻ്റെ പോയിന്റ്സ് ഇവർ കാണുന്നുണ്ട്. ബിക്കോസ് അവർക്ക് കീവേഡ്സ് ഉണ്ട് അവരുടെ കയ്യിൽ. ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്യുന്ന സമയത്ത് അവരുടെ കയ്യിൽ എന്തുണ്ട്? കീവേഡ്സ് ഉണ്ട്. അപ്പോൾ ആ കീവേഡ്സിലുള്ള കാര്യങ്ങൾ നമ്മുടെ ആൻസർ ഷീറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് അവർ വായിക്കാനുള്ള ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. ഓട്ടോമാറ്റിക്കലി അവർക്ക് തോന്നും നമ്മുടെ ആൻസർ കറക്റ്റ് ആണെന്നുള്ളതാണ്. തോന്നുന്നല്ല, നമ്മുടെ ആൻസർ കറക്റ്റ് ആണ് അല്ലേ? അപ്പം നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യും? മാർക്ക് വീഴും. അവർക്കും ഈസി, നമുക്കും ഈസി. സുഖമല്ലേ? ദെൻ ഷെഡ്യൂൾഡ് ബാങ്ക്, നമ്മൾ നേരത്തെ പറഞ്ഞു ഷെഡ്യൂൾഡ് ബാങ്ക് എന്താണ് എന്നുള്ളത് അല്ലേ? സെക്കൻഡ് ഷെഡ്യൂളിൽ ഇൻവോൾവ് ആയിട്ടുള്ള. ഇനി ഈ ഷെഡ്യൂൾഡ് ബാങ്കിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതായത് 3 കണ്ടീഷൻസ് ഉണ്ട്. ഇത് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഏരിയ ആണ്. ഷെഡ്യൂൾഡ് ബാങ്കിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഒരു ഷെഡ്യൂൾഡ് ബാങ്ക് ആവണം എന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞതുപോലെ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് RBI ആക്ട് 1934 സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് RBI ആക്ട് 1934 ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസിനെ അല്ല, ബാങ്ക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പറയൂ. ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. സോ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആവുന്നതിന് ഒരു 3 കണ്ടീഷൻസ് ഉണ്ട്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് അറ്റ്ലീസ്റ്റ് 5 ലക്ഷമെങ്കിലും ഉണ്ടായിരിക്കണം. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ് PUSC ആൻഡ് RES. അറ്റ്ലീസ്റ്റ് എന്ന് പറയുന്നത് മിനിമം ₹5 lakh എങ്കിലും ഉണ്ടായിരിക്കണം. ജസ്റ്റ് ഒരു പേപ്പർ എടുക്കുക, എഴുതുക. ഷെഡ്യൂൾഡ് ബാങ്ക്സ് 3 കണ്ടീഷൻസ് എന്താണ്? ഫസ്റ്റ് കണ്ടീഷൻ PUSC ആൻഡ് RES, അതായത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് അറ്റ്ലീസ്റ്റ് മിനിമം 5 ലക്ഷമെങ്കിലും വേണമെടേ. എന്താവണമെങ്കിൽ? ഷെഡ്യൂൾഡ് ബാങ്ക് ആവണം എന്നുണ്ടെങ്കിൽ. Then it ensures Reserve Bank that its operations are not detrimental to the interest of the depositors. ഡെപ്പോസിറ്റേഴ്സിന്റെ താല്പര്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി അല്ല, അല്ലെങ്കിൽ ഒരു ബാങ്ക്, അല്ലെങ്കിൽ ഒരു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല എന്ന് റിസർവ് ബാങ്കിന് ഒരു എൻഷുർഡ്, അതായത് ഷുവർട്ടി വേണം. ആൻഡ് ഇതൊരു കോർപ്പറേഷൻ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റീവ് സൊസൈറ്റി, ഒരു പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ സിംഗിൾ ഓണർഷിപ്പിലോ ഉള്ള ഒരു ബാങ്കിനെ ഒന്നും നമുക്ക് ഷെഡ്യൂൾഡ് ബാങ്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ്സിൽ ഒരു കണ്ടീഷൻ, അതുപോലെ തന്നെ നമ്മളുടെ ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിന് എഗെയിൻസ്റ്റ് അല്ല ഇവരെന്നുള്ളത് റിസർവ് ബാങ്കിന് ഇൻഷുർഡ് ഉണ്ടാവണം. ആൻഡ് അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ
കോർപ്പറേഷൻ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ പാർട്ട്ണർഷിപ്പിനോ സിംഗിൾ ഓണർഷിപ്പിനോ ഷെഡ്യൂൾഡ് ബാങ്ക് ആയിട്ട് പറ്റില്ല. ഈ 3 കണ്ടീഷൻസ് സിമ്പിൾ അല്ലേ? സിമ്പിളായിട്ട് എഴുതി വെച്ചേ. നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്, ഇത് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഷെഡ്യൂൾഡ് ബാങ്ക് എന്താണോ നമ്മൾ പഠിച്ചല്ലോ, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉൾട്ടാണ് എന്ത്? നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്. അതായത് ലെസ് ദാൻ, അവിടെ നമ്മൾ പറഞ്ഞു മിനിമം 5 lakh വേണം എന്നുള്ളത്. ഇവിടെ ലെസ് ദാൻ എന്താണ്? 5 lakh ആണ് പറയുന്നത്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് എന്നുള്ളത്. ഇവരുടെ പേര് എവിടെ ഉണ്ടാവില്ല? സെക്കൻഡ് ഷെഡ്യൂളിൽ ഉണ്ടാവില്ല. മിനിമം ദേ ആർ അണ്ടർ ഒബ്ലിഗേഷൻ ടു മെയിൻറ്റെയിൻ എ മിനിമം. ഈ ഒരു പോയിന്റ് എക്സ്ട്രാ പോയിന്റ് ആണ്, അതൊന്ന് വായിച്ചു വെച്ചിരിക്കുക. എ മിനിമം ഓഫ് 5% ഓഫ് ദെയർ ഡെപ്പോസിറ്റ് എവിടെ ഉണ്ടാവണം? ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ ഉണ്ടാവണം എന്നുള്ളൊരു കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാം. ദെൻ ഡെവലപ്മെന്റ് ബാങ്ക്സ്. എന്താണ് ഡെവലപ്മെന്റ് ബാങ്ക്സ്? സോ എന്താണ് ഡെവലപ്മെന്റ് ബാങ്ക്സ്? വാട്ട് ഡു യു മീൻ ബൈ ഡെവലപ്മെന്റ് ബാങ്ക്? പറഞ്ഞേ കേക്കട്ടെ. ഖദീജ പറ, കേക്കട്ടെ, എന്താണ് ഡെവലപ്മെന്റ് ബാങ്ക്സ്? ഓൾറെഡി സ്ക്രീനിലുണ്ട്. ഡെവലപ്മെന്റ് ബാങ്ക്സിന് വേറൊരു പേര് കൂടിയുണ്ട്. എന്താണ് ആ പേര്? ഷംന പറഞ്ഞേ കേക്കട്ടെ, എന്താണ് ആ പേര്? നമ്മുടെ ഡെവലപ്മെന്റ് ബാങ്കിന് വേറൊരു പേരിൽ നമുക്ക് വിളിക്കാം. ആ പേര് എന്താണെന്ന് പറയാമോ? നിങ്ങൾ പറയണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഗ്യാപ്പിൽ ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. മിടിക്കുക ഫർസാന. ഇൻഡസ്ട്രിയൽ ബാങ്ക്സ്. ഓക്കെ ഫർസാന, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഫ്രണ്ട്സിന് കമന്റ് ചെയ്തോ? ഫ്രണ്ട്സിന് മെസ്സേജ് അയച്ചോ? ക്യാരറ്റ് ഫ്രണ്ടിന് മെസ്സേജ് അയച്ചോ? ക്യാരറ്റിന്റെ ഫ്രണ്ടിന്റെ പേരെന്തായിരിക്കും? ക്യാരറ്റിന്റെ റിയൽ നെയിം എന്താ? ക്യാരറ്റ്. ഖദീജ, യെസ്, ഇൻഡസ്ട്രിയൽ ബാങ്ക്. ക്യാരറ്റ്, കമോൺ. എന്താണ് താങ്കളുടെ പേര്? എന്താണെന്ന് അറിയാൻ ഞങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ? ഖദീജ, ഫർസാന, വേറെ ആരായിരുന്നു ഉണ്ടായിരുന്നത്? ഷെഫ, എല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ ഈ ക്യാരറ്റ് ആരാണെന്ന് അറിയാനായിട്ട്? നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ടാണോ? നിങ്ങളൊക്കെ ഏത് സ്ഥലത്തു നിന്നാണ് വരുന്നത് എന്നൊന്ന് പറയാം. ഫാത്തിമ, ഹായ് ഫാത്തിമ. ഫാത്തിമ എന്ന് മാത്രമേ ഉള്ളോ? ഫാത്തിമയുടെ കൂടെ എന്തെങ്കിലും? ഫർസാന ഫ്രം തൃശൂർ. ആരിഫ്, CA ഫൗണ്ടേഷൻ പ്രാക്ടീസ് സെഷൻസ് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ഇതിപ്പോ എവിടെ നിന്ന് തോന്നുന്നു CA ഫൗണ്ടേഷൻ പ്രാക്ടീസ് സെഷൻ? എനിവേ, ഓക്കെ, സോ ഹാപ്പി ടു സീ ദാറ്റ്. ഇതിപ്പോ എവിടെ നിന്ന് വന്നതാ? ഡിഗ്രി പഠിക്കുന്നുണ്ടോ ആരിഫ്? AP ഡിഗ്രി പഠിക്കുന്നുണ്ടോ? അതോ പോയ വഴി കണ്ട വഴി കയറിയതാണോ? ഫാത്തിമ, ഹായ് ഫാത്തിമ. ഇനി ഫാത്തിമ ക്യാരറ്റ് ഫാത്തിമ, നല്ല രസമുണ്ട്. എന്തിട്ട് ക്യാരറ്റ് ഇഷ്ടമായതുകൊണ്ട് പേരിട്ടതാണോ? നല്ല പേര്. ഖദീജ ഫ്രം കാലിക്കട്ട് ആൻഡ് ഫസാന ഫ്രം തൃശ്ശൂർ. ഇതിനിടയ്ക്ക് ഒരു ആരിഫ് വന്നിട്ട് CA ഫൗണ്ടേഷന്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. അതെന്താന്ന് എനിക്ക് അങ്ങോട്ട് കത്തിയില്ല. എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഡിഗ്രിയും കൂടെ പഠിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. CA ഫൗണ്ടേഷൻ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഡിഗ്രി ആണ്, ബട്ട് സ്റ്റിൽ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്നാലും കണ്ടപ്പോ ഒരു ക്യൂരിയോസിറ്റി. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഫൗണ്ടേഷന്റെ? സോ നിങ്ങളുടെ കൂടെ ഡിഗ്രി പഠിക്കാനിരിക്കുന്ന ഒരാൾ ഓൾറെഡി CA ഫൗണ്ടേഷൻ എക്സാം എഴുതിയിട്ടുള്ള ഒരാളാണ്. സോ നിങ്ങൾക്കും നമ്മുടെ പ്രൊഫഷണൽ കോഴ്സ് എന്തെങ്കിലും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രൊഫഷണൽ കോഴ്സിലേക്ക് നിങ്ങൾ വരും. ഒരു ഡിഗ്രി കൊണ്ടൊക്കെ നമുക്ക് സർവൈവ് ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിൽ ഇറ്റ്സ് വെരി ടഫ്. അതുകൊണ്ട് നിങ്ങളൊരു എന്താ പറയുക, ഒരു പ്രൊഫഷണൽ കോഴ്സ് കൂടെ നിങ്ങളുടെ കൂട്ടത്തിൽ എടുക്കാനായിട്ട് നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക. അതിനുള്ള ഒരു വലിയ മോട്ടിവേഷനാണ് ആരിഫ് AP ഇവിടെ ഇരിക്കുന്നത്. ആരിഫ്, ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക. എങ്ങനെയുണ്ട് CA ഫൗണ്ടേഷൻ എന്നുള്ളത് ഒന്ന് മോട്ടിവേറ്റ് ചെയ്യട്ടെ. ആരിഫ് എവിടുന്നാണ്? ആരിഫ് എന്ന് തന്നെയല്ലേ പേര്? എവിടുന്നാണ്? സ്ഥലം ഏതാണ്? അപ്പൊ കാലിക്കട്ടായി, തൃശ്ശൂരായി, പിന്നെ ഒരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ.
ഫാത്തിമ എവിടുന്നാ ഫാത്തിമ? സ്ഥലം? പട്ടാമ്പി പാലക്കാട്. അരിഫിന് തന്നെയാണ് നെയിം. ഓക്കെ, അത് പറയാൻ പാടുണ്ടോ? ഞാനും ഈ കൊച്ചു കേരളത്തിന്റെ ഒരു ഭാഗത്ത് തന്നെയുണ്ട്. കണ്ണൂര്, പാലക്കാട്, കാലിക്കട്ട്, തൃശ്ശൂർ. ഓക്കെ, സോ ഹാപ്പി. എല്ലായിടത്തും ഒന്നും ഉണ്ട്. ഞാനൊരു പത്തനംതിട്ട, കോട്ടയം ഭാഗത്തായിട്ടുണ്ട് ഞാൻ. പറയാൻ പാടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പത്തനംതിട്ട, കോട്ടയം ഭാഗത്തായിട്ട് അതിന്റെ ആ ഒരു ഏരിയയിൽ ഞാൻ ഇവിടെ ഉണ്ട്. ഓക്കെ, പറയുന്നതിനിപ്പോ എന്താ അല്ലേ? യെസ്, നിങ്ങളുടെ അടുത്തൊന്നും അല്ല, വളരെ ദൂരെയാണ് ഞാൻ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാലക്കാട്, കണ്ണൂരുള്ള നമ്മുടെ ഫാത്തിമയും, പട്ടാമ്പിയുള്ള ആരിഫും, അതുപോലെ തന്നെ കാലിക്കട്ടുള്ള ഖദീജയും, തൃശ്ശൂരുള്ള ഫസാൻ, എല്ലാവരും അടിപൊളിയാണ്. എല്ലാവരും അടിപൊളിയായിട്ട് നമുക്ക് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് സപ്ലൈ ചെയ്താൽ പാസ്സാവണ്ടേ? അപ്പൊ നമ്മുടെ ഡെവലപ്മെന്റ് ബാങ്ക് എന്താണ്? ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ബിസിനസ്സിന് വേണ്ടിയിട്ട്. ബിസിനസ് മീഡിയം ആൻഡ് സ്മോൾ സ്കെയിൽ, കുറച്ച് ലോങ് ക്യാപിറ്റൽ, മീഡിയം സ്കെയിൽ ആയിട്ടുള്ള ബിസിനസ്സുകൾക്ക് കുറച്ച് ലോങ് ടേം ക്യാപിറ്റൽസ് ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, റേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അവർക്ക് എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലേറ്റസ്റ്റ് ടെക്നോളജി ഒക്കെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മോഡേണൈസേഷനിലേക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് അവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആര്? ഡെവലപ്മെന്റ് ബാങ്ക്സ്. അതായത് ഡെവലപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ബാങ്കിനെയാണ് നമ്മൾ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ വിളിക്കാം? ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് എന്നും വിളിക്കാം. ഇതൊരു മൾട്ടി പർപ്പസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. എന്താണ്? മൾട്ടി പർപ്പസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. വിച്ച് ഷെയർസ് എന്റർപ്രണോറിയൽ റിസ്ക് ആൻഡ് ചേഞ്ചസ് ഇറ്റ്സ് അപ്രോച്ച് ഇൻ ട്യൂൺ വിത്ത് ദ ഇൻഡസ്ട്രിയൽ ക്ലൈമറ്റ് ആൻഡ് എൻകറേജസ് ന്യൂ ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റ്. ഇവരുടെ മെയിൻ എന്ന് പറയുന്നത് ന്യൂ ഇൻഡസ്ട്രിയൽ പ്രോജക്ട്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവര് എൻകറേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവര് അണ്ടർടേക്ക് ചെയ്യുന്ന അതർ ഡെവലപ്മെന്റ് മെഷേഴ്സ് എന്ന് പറയുന്നത് സബ്സ്ക്രൈബിംഗ് ടു ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ കമ്പനീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ പബ്ലിക്കിൽ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കോർപ്പറേറ്റ് റെഗുലേഷൻസ് കഴിഞ്ഞതല്ലേ? അപ്പോൾ ഈ ഒരു ടോപ്പിക് അറിയാമായിരിക്കുമല്ലോ. ഷെയർ കമ്പനി അത് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർ പബ്ലിക്കിലേക്ക് നമ്മൾ സബ്സ്ക്രിപ്ഷന് വേണ്ടി ഇടുമ്പോൾ, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഈ ഡെവലപ്മെന്റ് ബാങ്ക്സ് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, അവരെന്തിനാണ്? ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ പബ്ലിക് ഇഷ്യൂ ഒക്കെ നടത്തുന്നത്. അപ്പോൾ ആ പബ്ലിക് ഇഷ്യൂവിൽ കുറച്ച് ഷെയർസ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡെവലപ്മെന്റ് ബാങ്ക്സ് ഈ കമ്പനികളെ എന്ത് ചെയ്യാറുണ്ട്? സപ്പോർട്ട് ചെയ്യാറുണ്ട്, ഡയറക്റ്റ് ലോൺ കൊടുക്കുന്നതിനൊക്കെ പകരമായിട്ട്. IDBIയുടെ ഒരു ക്വസ്റ്റ്യൻ അല്ല, IDBIയുടെ അല്ല. IDBI എന്താണ്? എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത് ഏത് വർഷമാണ്? 1964 1st July 1964. 1st July 1964. 1964 1st July. ആരാണ്? ഇഡ്ബിയുടെ ബർത്ത്ഡേ എന്നാണ്? BOD ബർത്ത്ഡേ എന്നാണ്? 1964. നല്ല പ്രായമുള്ള ആളാണല്ലേ. ഇഡ്ബിക്ക് എത്ര വയസ്സുണ്ടെന്ന് എല്ലാവരും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേ കേക്കട്ടെ. ഇഡ്ബിക്ക് എത്ര വയസ്സുണ്ട്? 2025 നിൽക്കുകയാണ്. 2025 ജൂലൈ 1 ആകുമ്പോഴേക്കും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് എത്ര വയസ്സുണ്ട്? എടാ, ഇതുണ്ടല്ലോ നമ്മളുടെ റെക്കോർഡ് സെഷൻസ് നമ്മളുടെ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ടല്ലോടാ. ഖദീജ ഇടും ഡിലീറ്റ് ചെയ്യും. എന്താ കുട്ടി ഇത്? ഇതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. ഇഡ്ബി വാസ് ഹോളി ഓൺഡ് ബൈ RBI. പക്ഷേ ഇറ്റ് വാസ് ഡിലിങ്ഡ് ഫ്രം RBI വിത്ത് എഫക്ട് ഫ്രം February 16th 1976. 61 വയസ്സുണ്ട്. ഓക്കെ, 61 years ഓൾഡ് അപ്പാപ്പനാണ് ആര്? ഇഡ്ബി അപ്പാപ്പൻ. നമ്മുടെ ഇഡ്ബി അപ്പാപ്പന് 61 വയസ്സുണ്ട്. ഇനി മേലെ നമ്മുടെ ഈ വർഷം മറന്നുപോയാൽ 2025 -61 അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും 1964 എന്നുള്ളത്. നിങ്ങളുടെ കണക്ക് ശരിയാണെന്നുണ്ടെങ്കിൽ
ജൂലൈ 1 എന്നുള്ളതും എങ്ങനെയെങ്കിലുമൊക്കെ ഓർത്തിരിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട്സ് ഓർ ബോയ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ പാരൻസ് ആരുടെയെങ്കിലുമൊക്കെ ബർത്ത്ഡേ ഉണ്ടെന്നുണ്ടെങ്കിൽ ജൂലൈ ഒരു മന്ത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം ഹിഡ്ബിയുടെ ഒരു ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഫസ്റ്റ് ആർ ബി ഐയുടെ ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ 1976 ആയപ്പോഴത്തേക്കിനും ആർ ബി ഐയുമായിട്ട് ഇവർ തെറ്റിപ്പിരിഞ്ഞു. ഓക്കെ, ഡീലിങ്ക്ഡ് നല്ലൊരു ക്വാളിറ്റി വേർഡാണത്. ഡീലിങ്ക്ഡ് നല്ല രസമില്ലേ, നല്ല വാക്കല്ലേ. ലിങ്ക്ഡ് ആയിരുന്നു, ഡീലിങ്ക്ഡ് ആയി. ഓക്കെ, ദെൻ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടു കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഓൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആക്ടിവിറ്റീസിനെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് പോകാനുള്ള ഒരു പരിപാടിയാണ് ആര് ചെയ്യുന്നത്, നമ്മുടെ SIDBI ചെയ്യുന്നത്. ഫിനാൻസ് ടു ഇൻഡസ്ട്രീസിന് ഫിനാൻസ് കൊടുക്കുക, ഫിനാൻഷ്യൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിന് ഫിനാൻഷ്യൽ കൊടുക്കുക. മെയിൻലി ആ ഒരു നേച്ചർ മനസ്സിലായല്ലോ. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യ, ആ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അസിസ്റ്റൻസ് കൊടുക്കുന്ന ഒരു ബാങ്ക്. ഓക്കെ, സോ ഈ പോയിന്റ്സ് എല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരിക്കുക. ഫങ്ഷൻസ് ഇത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് IDBI ബിഫോർ 2004 എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അസിസ്റ്റൻസ് ടു ലാർജ് ആൻഡ് മീഡിയം ഇൻഡസ്ട്രീസ്, ഇൻഡയറക്റ്റ് ഫിനാൻസ് ടു ടൈനി സ്മോൾ ആൻഡ് മീഡിയം ഇൻഡസ്ട്രീസ്, സ്പെഷ്യൽ അസിസ്റ്റൻസ്, അതർ അസിസ്റ്റൻസ്. ഇത്രയെങ്കിലും എഴുതി വെച്ചിരിക്കുക, ഇത്രയെങ്കിലും നിങ്ങൾ എഴുതി വെച്ചിരിക്കുക. മൊത്തം കുത്തിവെച്ച അവസ്ഥയല്ലോ. ഓക്കെ, ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി കാണിച്ചതേ ഉള്ളൂ. ദെൻ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള യൂണിറ്റ്സിനെ ഡെവലപ്പ് ചെയ്യാനുള്ള അസിസ്റ്റൻസ് കൊടുക്കുന്ന ബാങ്കിനെയാണ് SIDBI എന്ന് പറയുന്നത്. സ്മോൾ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യുന്ന ബാങ്കാണ് SIDBI, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇനി ഒരു ക്വസ്റ്റ്യൻ വരുവാണ്, നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്ത്, മെൻഷൻ ഡിഫറെൻറ്റ് സ്കീംസ് അഡോപ്റ്റഡ് ബൈ SIDBI ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ബാങ്കിങ് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് SIDBI അഡോപ്റ്റ് ചെയ്ത കുറച്ച് സ്കീംസ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, 1 നാഷണൽ ഇക്വിറ്റി ഫണ്ട് സ്കീം, 2 ഓട്ടോമാറ്റിക് റീഫിനാൻസ് സ്കീം, അതുപോലെ തന്നെ സിംഗിൾ വിൻഡോ സ്കീം. ഓക്കെ, നാഷണൽ ഇക്വിറ്റി ഫണ്ട് സ്കീം, ഓട്ടോമാറ്റിക് റീഫിനാൻസ് സ്കീം, ദെൻ സിംഗിൾ വിൻഡോ സ്കീം. ഈ സ്കീമുകളുടെയൊക്കെ ഒരു 3 സ്കീമേ ഉള്ളൂ. 3 സ്കീമിൻ്റെ പേരൊന്ന് നിങ്ങൾ ഓർത്തിരുന്നേ, ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ മറന്നു പോകാതെ ഇരിക്കാൻ. നാഷണൽ ഇക്വിറ്റി ഫണ്ട് സ്കീം, ഓട്ടോമാറ്റിക് റീഫിനാൻസ് സ്കീം, സിംഗിൾ വിൻഡോ സ്കീം. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് തന്നെ പോവുക. നാഷണൽ ഇക്വിറ്റി ഫണ്ട് സ്കീമിൽ ഈ ഒരു സെൻറ്റൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കുക. അതായത് മെട്രോപൊളിറ്റൻ സിറ്റീസിലല്ലാത്ത മറ്റ് കൺട്രിയുടെ ഏത് ലൊക്കേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സ്മോൾ അല്ലെങ്കിൽ ടൈനി യൂണിറ്റ്സ് ഓഫ് ബിസിനസ്സിന് വേണ്ടിയിട്ടും ഒരു സീഡ് ക്യാപിറ്റൽ, അതായത് ഒരു മെയിൻ ക്യാപിറ്റൽ, ഫസ്റ്റ് തുടങ്ങാനുള്ള ഒരു ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത് നാഷണൽ ഇക്വിറ്റി ഫണ്ട് സ്കീം. ഇക്വിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റൽ, ഇക്വിറ്റി എന്ന് പറയുന്നത് ഒരു ഓണേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ അവർ വിത്ത് വാട്ട് ദേ സ്റ്റാർട്ട് എന്നുള്ളൊരു സംഭവമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു വേർഡാണ് സീഡ് ക്യാപിറ്റൽ. അതായത് ഫസ്റ്റ് ക്യാപിറ്റൽ എന്ന് മനസ്സിലാക്കി വെക്കാം. അത് തുടങ്ങാൻ വേണ്ടിയില്ല, എല്ലാത്തിൻ്റെയും തുടക്കം ഒരു സീഡിൽ നിന്നല്ലേ, ഒരു വിത്തിൽ നിന്നല്ലേ. അതിന് ആ ഒരു തുടക്കത്തിലുള്ള ഒരു ഫണ്ട്, സ്മോൾ ആൻഡ് ടൈനി യൂണിറ്റ്സ്. പക്ഷേ ഈ ഒരു യൂണിറ്റ്സ് എവിടെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പാടില്ല, മെട്രോപൊളിറ്റൻ സിറ്റീസിലായിരിക്കരുത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതൊഴിച്ച് ബാക്കി, അതായത് മെട്രോസ് ഉള്ള സിറ്റീസിൽ ഒഴിച്ച് ബാക്കി ഈ കൺട്രിയുടെ ഏത് ലൊക്കേഷനിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന സ്മോൾ ആൻഡ് ടൈനി യൂണിറ്റ്സ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് സീഡ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവർ അസിസ്റ്റ് ചെയ്യുന്നതാണ് നാഷണൽ ഇക്വിറ്റി ഫണ്ട് സ്കീം. ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുന്നത് ഓണർഷിപ്പ് ഫണ്ട് എന്ന് ഉദ്ദേശിക്കുക. ഓണർഷിപ്പ് ഫണ്ടാണല്ലോ നമ്മുടെ ഫസ്റ്റ് ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഫസ്റ്റ് ഒരു ക്യാപിറ്റൽ, എല്ലാത്തിൻ്റെയും ഒരു തുടക്കം ഒരു സീഡിൽ നിന്നാണ്. അപ്പോൾ സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് ആർക്കാണ്, സ്മോൾ ആൻഡ് ടൈനി. പ്രത്യേകത എന്താണ്, ഇവർ മെട്രോപൊളിറ്റൻ സിറ്റീസിലായിരിക്കരുത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതൊഴിച്ച് ബാക്കി ഏത് സിറ്റീസിലാണെന്നുണ്ടെങ്കിലും ഓക്കെ ഇവർക്ക് കൊടുക്കുന്നുണ്ടാവും. ഓക്കെ അല്ലേ?
സിംഗിൾ വിൻഡോ സ്കീം എന്താണെന്നുള്ളതും ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരിക്കുക. അടുത്തൊരു ബാങ്കാണ്, അടുത്തൊരു ഭീകരനാണ് എക്സിം ബാങ്ക്. എക്സിം ബാങ്ക് എന്ന് വെച്ചാൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ. കാര്യം മനസ്സിലായി കാണുമല്ലോ. എക്സ്പോർട്ടിനെ ഫെസിലിറ്റേറ്റ്, അതുപോലെ തന്നെ ഇമ്പോർട്ടിങ് അതിൽ ഡീൽ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാങ്ക് തന്നെയാണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ചില പേരിട്ട് വിളിക്കും എന്ത്, എക്സിം ബാങ്ക് എന്നുള്ളത്. പ്രിൻസിപ്പൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ കോർഡിനേറ്റിംഗ് ദ വർക്കിംഗ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻഗേജ്ഡ് ഇൻ ദ ഫിനാൻസിങ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ട്രേഡ്. എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ട്രേഡിൽ ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവർ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്ത്, എക്സിം ബാങ്ക്. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, wholly owned by Government of India. Wholly owned by Government of India. Facilitate Indian trade and investment while supporting the partner countries' development priority as a financially, socially and environmentally responsible institution. Indian trade and ഇൻവെസ്റ്റ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? പാർട്ട്ണർ കൺട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിന് അസിസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ബർത്ത് ഡേറ്റ് എന്താണെന്ന് നോക്കിയാൽ 1982. എക്സിം ബാങ്ക് 1982. നമ്മളുടെ IDBI ഏതായിരുന്നു? 1964 നമ്മളുടെ ഇവരാരാണ്? എക്സിം ബാങ്കിന് 1982. For the purpose of financing and facilitating, promoting foreign trade in India. സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഫോറിൻ ട്രേഡിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് ആരടാ? നമ്മുടെ എക്സിം ബാങ്ക്. ഗ്രാൻസ് ലോൺസ് ടു എക്സ്പോർട്ടേഴ്സ് ആൻഡ് ഇമ്പോർട്ടേഴ്സ്, അതുപോലെ തന്നെ ഗൈഡൻസ് അബൌട്ട് ദ ഓപ്പർച്യൂണിറ്റീസ് ഫോർ എക്സ്പോർട്ട് ആൻഡ് ലോൺ അസിസ്റ്റൻസ് മാത്രമല്ല, എങ്ങനെ അവർക്ക് ഈ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടിൽ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളതും കാണിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ എക്സിം ബാങ്ക് കാണിച്ച് കൊടുക്കുന്നുണ്ട്. സോ ഒരു സ്മോൾ ബ്രേക്ക് ആർക്കെങ്കിലും വേണം എന്ന് നിങ്ങൾ പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബ്രേക്ക് പോകാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് ഇല്ലാതെ ഒരു 9 മണിക്കുള്ളിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ബ്രേക്ക് എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു 9 മണി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് 9:15 അത്രയേ ഉള്ളൂ പ്രശ്നം. നിങ്ങൾക്ക് വിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കമൻറ്റ് സെക്ഷനിലൂടെ. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നമുക്കൊരു ബ്രേക്ക് പോവാം. ഫർസാന കണ്ടിന്യൂ. ഓക്കെ, ഫർസാന കണ്ടിന്യൂ ബട്ടൺ ഞെക്കിയിരിക്കുകയാണ്. അപ്പം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ബാക്കി ആർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടോ? മജോറിറ്റിയുടെ അഭിപ്രായത്തിലൂടെ ആയിരിക്കും നമ്മളിപ്പോൾ പോകുന്നുണ്ടാവുക. സോ ഫർസാനയുടെ അഭിപ്രായത്തോടെ എല്ലാവരും സപ്പോർട്ടിങ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, 2 vote ഫോർ കണ്ടിന്യൂ. വേറെ continue. Fatima also continue. Okay. ആരിഫ്, സഫ എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നല്ലോ ഫസ്റ്റ് തന്നെ, പോയോ ആള്? സഫ സ്ഥലം വിട്ടെന്ന് തോന്നുന്നു. ഓക്കെ, വോട്ട് വരെ. അപ്പം നമുക്ക് 3 വോട്ട് കണ്ടിന്യൂ വന്നതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് 9 മണിക്കുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം? കൺക്ലൂഡ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് എക്സിം ബാങ്കിന്റെ ഫങ്ഷൻസ്? നമുക്ക് കാര്യം മനസ്സിലായി. എക്സ്പോർട്ടേഴ്സിനും ഇമ്പോർട്ടേഴ്സിനും എന്ത് ചെയ്യുക? ആ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ഓൾസോ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി ഒരു ഗൈഡൻസ് കൂടെ എക്സിം ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ഒരു ഫങ്ഷൻസ്. നമുക്ക് പോയിന്റ്സ് ആയിട്ട് ഒന്നുകൂടെ നോക്കാം. ഫിനാൻഷ്യൽ ഹെൽപ്പ് ഫോർ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് നോട്ട് ഓൺലി ഇൻ ഇന്ത്യ ബട്ട് ഓൾസോ ഓഫ് തേർഡ് വേൾഡ് കൺട്രീസ്. അതായത് നമ്മൾ പറഞ്ഞു, നമ്മളിവിടെ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേടാ, സപ്പോർട്ടിങ് പാർട്ട്ണർ കൺട്രീസ് ഡെവലപ്മെന്റ്. പാർട്ട്ണർ കൺട്രീസിന്, അതായത് ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ മറ്റൊരു രാജ്യത്തു നിന്ന് വേണ്ടേ വരാനും പോകാം, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തോട്ട് വേണ്ടേ പോകാനും. അപ്പോൾ ആ ഒരു തേർഡ് കൺട്രീസിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു രാജ്യത്തേക്ക് മാത്രമായിരിക്കില്ല, പല രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ടും പല രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ടും നടത്തിയാലല്ലേ നമ്മളുടെ ആ ഒരു ഇക്കോണമി ഓപ്പൺ ആവുള്ളൂ, കുറച്ചും കൂടെ വൈഡ് ആവുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് ഇന്ത്യ മാത്രമല്ല നമ്മളുടെ പാർട്ട്ണർ കൺട്രീസിനെയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി? ഫിനാൻഷ്യൽ ഹെൽപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്? എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മൾ എന്താണ് എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്യുന്നത്? ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലേ? യെസ്. ആൻഡ് മെഷീനറി ആൻഡ് എക്യുപ്മെൻ്റ് ഒക്കെ ഇവർ ലീസ് ബേസിസിലൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ഫിനാൻഷ്യൽ ഹെൽപ്പ്, അതിന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫിനാൻസിങ് ഓഫ് ജോയിൻറ്റ് വെഞ്ചേഴ്സ് ഇൻ ഫോറിൻ കൺട്രീസ്. ഫോറിൻ കൺട്രീസിൽ ജോയിൻറ്റ് വെഞ്ചേഴ്സിനെ ഫിനാൻസ് ചെയ്യാനായിട്ട് ഉള്ളതും
ആരുടെ ഫംഗ്ഷനാണ്? എക്സിം ബാങ്കിന്റെ ഫംഗ്ഷനാണ്. ഓക്കെ, പ്രൊവൈഡിങ് ലോൺസ് ടു ഇന്ത്യൻ പാർട്ടി സോ ആസ് ടു എനേബിൾ ടു കോൺട്രിബ്യൂട്ട് ഷെയർ ക്യാപിറ്റൽ ഇൻ ജോയിന്റ് ഫോറിൻ കൺട്രിയിൽ നമ്മൾ ജോയിന്റ് വെഞ്ചറിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുമെന്ന് പറഞ്ഞു. ഈ ജോയിന്റ് വെഞ്ചറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഇന്ത്യൻ കമ്പനീനെ സപ്പോർട്ട് ചെയ്യുന്നതും എക്സിം ബാങ്കിന്റെ ഒരു ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ അണ്ടർടേക്സ് ലിമിറ്റഡ് മെർച്ചന്റ് ബാങ്കിങ് ആക്ടിവിറ്റീസ്, underwriting of stock shares, debentures of companies engaged in, പ്രത്യേകിച്ച് നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കമ്പനീസ് എൻഗേജ്ഡ് ഇൻ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ആണ്. എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള കമ്പനീസിനെയാണ് നമ്മൾ എക്സിം ബാങ്ക് എന്ത് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുന്നത്. അത് സ്പെഷ്യലി എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദാറ്റ് ഓൺലി. അപ്പോൾ അവർ ആ ഫംഗ്ഷൻസ് തന്നെയാണ് കൂടുതലും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഒരു 5 ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 5 ഫംഗ്ഷൻസ് എളുപ്പമല്ലേ, ഈസി അല്ലേ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ലീസ് ബേസിസിൽ മെഷീനറി ആൻഡ് എക്യുപ്മെന്റ്സ്, അങ്ങനെ ഡൗട്ട് വരാനുള്ള ഒരു ഏരിയ ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇനി ഇവരെങ്ങനെയാണ് ഫണ്ട് റേസ് ചെയ്യുന്നത് എന്നുള്ളത് ആണ്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10,000 crores ആയിരിക്കും. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഈ ഒരു ഡേറ്റിൽ എത്ര ആയിരുന്നു? 5,059 crores ആയിരുന്നു. ഇത് കുറച്ച് ഡേറ്റാസ് ആണ്, കുറച്ച് ഡേറ്റാസ്. ഇത് ജസ്റ്റ് റീഡ്. ഞാൻ പറഞ്ഞ വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഡേറ്റാസ് ആണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. സ്കീം ഓഫ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, എങ്ങനെയാണ് ഇവർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഇന്ത്യൻ കമ്പനീസിന് അതുപോലെ തന്നെ ഫോറിൻ ഗവൺമെന്റ്സ് കമ്പനീസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ലോൺസ് കൊടുക്കുന്നുണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്യാരണ്ടീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് പാർട്ടിസിപ്പേറ്റ്സ് ഇൻ commercial banks in the guarantees issued in foreign currency on behalf of Indian contractors, exporters in favor of overseas employers, importers. സോ ഈ രീതിയിലാണ് നമ്മളുടെ എക്സിം ബാങ്കിന്റെ സ്കീം ഓഫ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് കോർപ്പറേറ്റീവ് ബാങ്ക്സ്? വാട്ട് യു മീൻ ബൈ കോർപ്പറേറ്റീവ് ബാങ്ക്സ്? വാട്ട് ഇസ് കോർപ്പറേറ്റീവ് ബാങ്ക്സ്? എക്സ്പ്ലെയിൻ അബൌട്ട് കോർപ്പറേറ്റീവ് ബാങ്ക്സ് എന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് ഇൻകോർപ്പറേറ്റഡ് വിത്ത് ലീഗൽ ഫോം ഓഫ് കോർപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഇവർക്ക് എന്ത് ചെയ്യണം? ഒരു ലൈസൻസ് വേണം. എവിടെ നിന്നാണ് വേണ്ടത്? RBI. നമ്മളുടെ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിനെ മൊത്തത്തിൽ റെഗുലേറ്റ് ചെയ്യുന്നത്, ഗൈഡ് ചെയ്യുന്നത് ആരാണ്? RBI ആണ്. അപ്പോൾ RBI എന്നൊരു ലൈസൻസ് ആർക്ക് വേണം? കോർപ്പറേറ്റീവ് ബാങ്ക്സിന് വേണം. ബിഫോർ ഇവർ ഈ ബാങ്കിങ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഹാസ് ടു ഫോളോ വാട്ട് സെറ്റ് ആൻഡ് ഇഷ്യൂഡ് ഗൈഡ് ലൈൻസ് ഓഫ് RBI. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ കോർപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോക്കൽ ഏരിയ ബാങ്ക്സ്, വാട്ട് യു മീൻ ബൈ LAB എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാൻ കേട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയരുത്. ലോക്കൽ ഏരിയ ബാങ്ക്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലോക്കൽ ഏരിയ ബാങ്ക്സ് 1996. അധികം പ്രായമൊന്നുമില്ല അല്ലേ അജിൻ? ഹായ് അജിൻ. അധികം പ്രായമൊന്നുമില്ലാത്ത ഒരാളാണ്. 1996 എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു 20s ആയിരിക്കും അല്ലേ? 20s ഒരു ബാങ്കാണ്. ഇത്രണ്ട് ഏജ് ഞാൻ പറയാം. 28 അല്ലെങ്കിൽ 29 years, 28 or 29 years old only. ഇപ്പൊ തന്ത വൈബിലൊക്കെ എത്തിയിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു ബാങ്കാണ് LAB, ലാബ് അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ഏരിയ ബാങ്ക് എന്നുള്ളത്. യെസ്, 29. ഓക്കെ, അപ്പൊ 29 നമ്മളുടെ ഒരു തന്ത വൈബിലൊക്കെ എത്തിപ്പെടാൻ സമയമായിട്ടുള്ള ഒരു ബാങ്കാണ് എന്ത്? ലോക്കൽ ഏരിയ ബാങ്ക്. 1996, 29 years old. Local area bank എന്തിനു വേണ്ടിയിട്ടാണ്? For promoting rural savings as well as for the provision of credit for viable economic activities in local areas. Local areasൽ viable economic activitiesനെ പ്രൊമോട്ട് ചെയ്യാൻ, അതുപോലെ തന്നെ റൂറൽ സേവിങ്സിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ലോക്കൽ ഏരിയ ബാങ്ക്സ്. അതിനാണ് മെയിനായിട്ട്. മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 5 crore കൊടുത്തിട്ട് വേണം എന്നുള്ളത് പറയുന്നുണ്ട്. ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് 3 continuous district ആയിരിക്കും. അതുപോലെ തന്നെ രജിസ്റ്റേർഡ് ഓഫീസ് വിൽ ബി വിത്തിൻ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ. വിൽ ബി എ മാക്സിമം ഓഫ് 3 continuous district. ഏരിയ ഓഫ് ഓപ്പറേഷൻ വിൽ ബി മാക്സിമം ഓഫ് 3 continuous districts ആയിരിക്കും. ആൻഡ് ദ രജിസ്റ്റേർഡ് ഓഫീസ് വിൽ ബി വിത്തിൻ ഈ പറഞ്ഞ ഏരിയ ഓഫ് ഓപ്പറേഷനിൽ ആയിരിക്കും. ഓക്കെ, ദ ലാബ്സ് ആർ അലൗഡ് ടു ഓപ്പൺ ബ്രാഞ്ചസ് ഇൻ റൂറൽ ആൻഡ് സെമി അർബൻ ഏരിയാസ്. റൂറൽ ഏരിയാസിലും അല്ലെങ്കിൽ സെമി അർബൻ ഏരിയാസിലും ഇവർക്ക് എന്ത് ചെയ്യാം? ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവർ ലോക്കൽ ഏരിയ ബാങ്ക്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ലോക്കൽ ഏരിയ 3 കണ്ടിന്യൂസ് ആയിട്ടുള്ള അടുത്തടുത്ത് കിടക്കുന്ന 3 ഡിസ്ട്രിക്ട്സിലേക്ക് എസ്റ്റാബ്ലിഷ് ആവാം. ഈ ഒരു ഏരിയ ഓഫ് ഓപ്പറേഷനിലകത്ത് ഇവർക്ക് എന്ത് വെക്കാം? ഒരു ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്താണ്? രജിസ്റ്റേർഡ് ഓഫീസ് വെക്കാം.
Okay, then what is payment bank? പേയ്മെന്റ് ബാങ്ക്സ് എല്ലാ ബാങ്കുകളും പേയ്മെന്റ് ചെയ്യാറുണ്ടോ? പേയ്മെന്റ് ബാങ്ക്സ് എന്ന് പറയുന്നത് ഒരു ലേറ്റസ്റ്റ് ഇനിഷ്യേറ്റീവ് ആണ്. RBIയുടെ ഒരു ലേറ്റസ്റ്റ് ഇനിഷ്യേറ്റീവ് ആണ്. RBI ഇപ്പോഴും നമ്മളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് കണ്ടീഷൻസ് ഒക്കെ ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളിൽ ഒന്നാണ് പേയ്മെന്റ് ബാങ്ക്സ് എന്ന് പറയുന്നത്. അതിന്റെ പ്രൈമറി മോട്ടീവ് എന്ന് വെച്ചാൽ ടു പ്രൊമോട്ട് ഡിജിറ്റൽ, പേപ്പർലെസ് ആൻഡ് ക്യാഷ്ലെസ് ബാങ്കിങ് ഇൻ അവർ നേഷൻ. ഇപ്പോൾ ക്യാഷ്ലെസ് ബാങ്കിങ് ആണല്ലോ കൂടുതലും, എല്ലാവരും GPay, ഫോൺപേ ഒക്കെ അല്ലേ. ക്യാഷ് കയ്യിൽ വരുന്നത് വളരെ വിരളമല്ലേ. പിന്നെ നമ്മൾ ഈ ബസ്സൊക്കെ യാത്ര ചെയ്യുമ്പോൾ ബസ്സിലും ഇപ്പോൾ എന്തൊക്കെയുണ്ട്, ഗൂഗിൾ പേ, ഫോൺ പേ കാര്യങ്ങളൊക്കെ വരുന്നില്ല. എല്ലാവർക്കും ഗൂഗിൾ പേ, ഫോൺ പേ, എനിത്തിങ് UPI ട്രാൻസാക്ഷൻസിലൂടെ ഒക്കെയല്ലേ നമ്മൾ പോകുന്നത്. ആ ഒരു രീതിയിൽ നമ്മൾ ക്യാഷ്ലെസ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നത്. It is an approach in which other non-banking financial organizations are granted the authority to offer basic bank services to every Indian citizen. ഇതിൻ്റെ മെയിൻ മോട്ടീവ് എന്താണെന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കുക. അതായത് പ്രൊമോട്ട് ഡിജിറ്റൽ, പേപ്പർലെസ് ആൻഡ് ക്യാഷ്ലെസ് ബാങ്കിങ് ഇൻ അവർ നേഷൻ. ഇതാണ് പേയ്മെന്റ് ബാങ്ക്സിൻ്റെ പ്രൈമറി മോട്ടീവ്. ആൻഡ് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ നമ്മളുടെ വിരൽത്തുമ്പിൽ എല്ലാം ഉണ്ട്. നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു നോളജ് ലെവൽ ആയിരിക്കരുത് നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ, ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ ഒരു ലൈവിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താണ് ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്, റിവിഷനാണ്, ഒരു റീക്യാപ്പാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി എലാബറേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ റെഗുലർ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടാണോ. ഇനി പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബുക്സിൽ, നിങ്ങളുടെ സിലബസിൽ കുറച്ചും കൂടി എലാബറേറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതിലും വാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനെപ്പറ്റി നമ്മൾ അറിയാനുണ്ട്, നമ്മൾ പഠിക്കാനുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തന്നെ ഒരു ഇനിഷ്യേറ്റീവായിട്ട് എടുക്കണം. നമ്മൾ അതിലേക്ക് നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഒരുപാട് റിസർച്ച് ചെയ്യണം. നമ്മൾ ഈ ഡെയിലി റീൽസ് കണ്ട് കളയുന്ന സമയങ്ങളിൽ നമ്മൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ഓഫ്, ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഡിഗ്രി പെർസ്യൂയിങ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്, ആഫ്റ്റർ ഡിഗ്രി നിങ്ങൾ ഏത് ഒരു സ്ട്രീമിലേക്കാണ് പോകേണ്ടത്, ആ സ്ട്രീമിനെ പറ്റി നിങ്ങൾ എന്ത് ചെയ്യുക, റിസർച്ച് ചെയ്യുക, ഒരുപാട് നിങ്ങൾ എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഓർത്തത്, ഇപ്പോൾ നമ്മളിപ്പം പഠിപ്പിക്കാനാണെന്നുണ്ടെങ്കിലും പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരുപാട് റിസർച്ച് ചെയ്യുമ്പോൾ വി വിൽ ഫൈൻഡ് ഇറ്റ് റിയലി ഭയങ്കര എന്താ പറയുക, ഭയങ്കര ആക്റ്റീവായിട്ട് നല്ല എൻ്റർടൈനിങ് ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളെ പറ്റി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ഫിംഗർ ടിപ്പിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂസ്ഫുൾ ആക്കുക എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഈ പോയിന്റ്സിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഡിഗ്രി ലെവലിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞാൽ മതി. ബട്ട് സ്റ്റിൽ നമ്മുടെ ആ ഒരു നോളജ് ലെവൽ എത്രത്തോളം വളരണം എന്നുള്ളത് നമ്മൾ ലിമിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമേ അല്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയിൽ നിങ്ങൾ ഒരുപാട് റിസർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. ഓക്കെ, സോ നമ്മൾ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൽ നിന്ന് വേറെ എങ്ങോട്ടൊക്കെയോ പോയി. ബട്ട് സ്റ്റിൽ ഇനി നമ്മളുടെ സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് എന്താണ് എന്നുള്ളത് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. ഇപ്പം ഇത് എന്തിനാ പറഞ്ഞതെന്ന് ചിന്തിക്കുന്നുണ്ടാവും. പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്കത് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞത്. മനസ്സിലായവർക്ക്, കത്തിയവർക്ക്, കലങ്ങിയവർക്ക് അത് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക, കുറച്ചൊന്ന് റിസർച്ചൊക്കെ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയസിൽ. ബിക്കോസ് അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്കിപ്പോൾ നമ്മളുടെ ഒരു ഫിംഗർ ടിപ്പിൽ. ഇപ്പോൾ നമുക്കൊരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്ലാസ് റൂമിൻ്റെ ആവശ്യമില്ല അല്ലേ, നമുക്ക് യൂട്യൂബ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഓക്കെ, സോ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന നമ്മളുടെ പ്ലാറ്റ്ഫോംസ് ഒക്കെ നിങ്ങൾ വൈസായിട്ട് യൂസ് ചെയ്യുക. യൂട്യൂബിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകൾ, TEDx ടോക്സുകളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കേൾക്കാം. ഈ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഫീൽഡിലൊക്കെയാണ് നിങ്ങൾ വന്നിട്ടുള്ളത്, BCom കൊമേഴ്സ് ഒരു ഏരിയയിലാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് ബിസിനസ് ഡീലിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ കേരളത്തിലുള്ളവർക്കുള്ള പൊതുവെയുള്ള പ്രശ്നമായിരിക്കും എന്ത്, നമ്മുടെ ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് TEDx ടോക്കുകളൊക്കെ കേൾക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്യുക. പ്രത്യേകിച്ച് ഈ എക്സാം ടൈമിൽ നിങ്ങൾ കുറേ കൂടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ ആഫ്റ്റർ എക്സാം നമുക്ക് കുറേയൊക്കെ അത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഇറ്റ് വിൽ ആഡ് ക്വാളിറ്റി ടു അവർ ലൈഫ്. സോ അതൊരു ചെറിയൊരു സജഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. സോ നമ്മൾക്ക് ബാക്ക് ടു നമ്മളുടെ സ്മോൾ ഫിനാൻസ് ബാങ്ക്സ്. അതായത് സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് എന്താണ്? സ്മോൾ ഫിനാൻസ് ബാങ്ക് അണ്ടർടേക്കിംഗ് ബേസിക് ബാങ്കിങ് ആക്ടിവിറ്റീസ്. എന്താണ് ബേസിക് ബാങ്കിങ് ആക്ടിവിറ്റി? എന്താണ്? ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുക, ലെൻഡ് ചെയ്യുക. ഇത് ഒരു പ്രത്യേകതരം ആൾക്കാർക്കാണ്. ടു അൺസർവ്ഡ് ആൻഡ് അൺഡിസർവ്ഡ് ടു ദ ഫർദർ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഓഫ് കൺട്രി.
അതായത് സെർവ് ഫാമേഴ്സ്, സ്മോൾ ബിസിനസ്, മൈക്രോ ആൻഡ് സ്മോൾ ഇൻഡസ്ട്രീസ് ആൻഡ് ലോ ഇൻകം ഹൗസ് ഹോൾഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും റൂറൽ ഏരിയാസിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബാങ്കിങ് ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു സേവിങ്സ് എന്ന ലെവലിലേക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് എത്തിയിട്ടില്ലാത്ത ആൾക്കാരുണ്ട്. അവരെയാണ് ഉദ്ദേശിക്കുന്നത് അൺസേർവ്ഡ് അല്ലെങ്കിൽ അൺഡിസേർവ്ഡ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുക, ഈ ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ കാര്യങ്ങളൊക്കെ എത്തിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ സ്മോൾ ഫിനാൻസ് ബാങ്കുകളുടെ ഉദ്ദേശം. അതായത് ഫാമേഴ്സ്, ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ഇല്ലേ, അവരിലേക്കൊക്കെ വീണ്ടും എത്തിക്കുക ഉള്ള മറ്റൊരു ഇനിഷ്യേറ്റീവാണ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്നുള്ളത്. പ്രൊവൈഡിങ് ബാങ്കിങ് ഫെസിലിറ്റീസ് ടു അൺബാങ്ക്ഡ് സെക്ഷൻ. അതായത് ഇപ്പോഴും ബാങ്കുകളിലേക്ക് എത്തിയിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്രോസസ്സിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതാണ്. ബൂസ്റ്റിംഗ് സേവിങ് ഹാബിറ്റ്സ്. സോ ഡെപ്പോസിറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു സേവിങ് ഹാബിറ്റ് തന്നെയല്ലേ. ഇത് നമ്മൾ മെയിൻലി ബാങ്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കൂടുതലും ലോൺ എന്നുള്ള കാര്യമാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ബാങ്കിങ് എന്ന് പറയുന്നത് സേവിങ്സ് എന്നും കൂടിയാണ്. അപ്പം കുറേ പേരിലേക്ക് ബാങ്കിങ് എത്തിയിട്ടില്ല എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, കുറേ പേർക്ക് ഇപ്പോഴും സേവിങ്സ് എന്താണ് എന്നറിയില്ല. പലർക്കും സേവിങ്സ് എന്താണെന്ന് അറിയാമെങ്കിൽ പോലും പ്രോപ്പറായിട്ട് എങ്ങനെ സേവ് ചെയ്യണം, എങ്ങനെ അത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അറിയുന്നില്ല. അപ്പോൾ അവരിലേക്കൊക്കെ എന്ത് ചെയ്യുക, ബാങ്കിങ് എന്നൊരു കാര്യം എത്തിക്കുക, ഒരു നോളജ് എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. ടാർഗറ്റ് എന്താണ്? സ്മോൾ ബിസിനസ് യൂണിറ്റ്സ് ആൻഡ് മാർജിനൽ ഫാമേഴ്സ്. ഓക്കെ, സോ അതായിരുന്നു നമ്മുടെ സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്നുള്ളത്. ദെൻ നമ്മുടെ നെക്സ്റ്റ് നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഇതിനെപ്പറ്റി നമ്മൾ അധികം കുറെ കേട്ടിട്ടുണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സുകൾ തൊട്ടേ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ടേമാണ് നബാർഡ് എന്നൊക്കെ അല്ലേ. അപ്പെക്സ് ഡെവലപ്മെന്റ് ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ. നമുക്ക് ആ ഒരു പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ബാങ്കിനാണ് നബാർഡിന്റെ സെറ്റപ്പ് ചെയ്ത വർഷം എന്ന് പറയുന്നത് 1982 ആണ്. 12th ജൂലൈ ആണ്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എത്ര ആയിരുന്നു നോക്കുക, 100 crore ആയിരുന്നു. അതായത് അന്ന് അവർ തുടങ്ങിയത് 100 crore പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ വെച്ചിട്ടായിരുന്നു. വിത്ത് മെർജിങ് by way of merging agriculture credit department and rural planning and credit cell of RBI and entire undertaking of agriculture refinance. That really doesn't matter. മെയിനായിട്ട് എന്താണ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു അപ്പെക്സ് ഡെവലപ്മെന്റ് ബാങ്ക് ആണെന്ന് മനസ്സിലാക്കുക. ഇയർ ഓർത്ത് വെച്ചിരിക്കുക. ഇത് എന്താണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്, എന്താണ് ഫംഗ്ഷൻ എന്നുള്ളത്. ക്രെഡിറ്റ് ഫ്ലോ ഫോർ എന്തിനു വേണ്ടിയിട്ട്, പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് വാട്ട്, അഗ്രികൾച്ചർ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, കോട്ടേജ് ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ വില്ലേജ് ഇൻഡസ്ട്രീസ്, ഹാൻഡിക്രാഫ്റ്റ്സ് ആൻഡ് റൂറൽ ക്രാഫ്റ്റ്സ്, അങ്ങനെയുള്ള റൂറൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നബാർഡ് എന്നുള്ളത്. ഓക്കെ, ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, നബാർഡ് ആക്ട് ആസ് എ റീഫിനാൻസർ, ഡെവലപ്പർ, സൂപ്പർവൈസർ, പോളിസി അഡ്വക്കേറ്റ് ആൻഡ് ഇന്നോവേറ്റർ, ഓൾ എയിംഡ് അറ്റ് സ്ട്രെങ്തനിങ് വാട്ട്, ഇന്ത്യസ് റൂറൽ ഇക്കോണമി, ഇന്ത്യയുടെ റൂറൽ എക്കോണമി. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ സ്മോൾ ഫിനാൻസേഴ്സ്, സ്മോൾ ബിസിനസ്, സ്മോൾ സ്കെയിൽ ബിസിനസ് ആയിട്ടുള്ള ആൾക്കാരിലൊക്കെ അവർ മേ ബി പല സ്റ്റേജിലായിരിക്കും. മേ ബി അവർക്ക് ഐഡിയാസ് ഉണ്ടാവും, അവർക്ക് കഴിവുകൾ, ഹാൻഡിക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്യുന്നവർക്ക് കഴിവുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അവർക്കത് പ്രോപ്പർലി എങ്ങനെയാണ് അത് ഫർദർ പ്രൊഡക്റ്റീവ് ഇൻകത്തിലേക്ക് എത്തിക്കേണ്ടതെന്ന് അറിയുന്നുണ്ടാവില്ല. അവർക്ക് അതിന് അസിസ്റ്റൻസ് കൊടുക്കുക, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക. ഇപ്പോൾ ചിലർ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് പൊട്ടിപ്പാളിച്ചായി, അപ്പോൾ അവർക്ക് ഒരു ലോസ് ഒക്കെ സംഭവിച്ച് കഴിയുമ്പോഴത്തേക്കിനും അവരത് എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. പിന്നെയും അതിനെ ഡെയർ ചെയ്യാനുള്ള ഒരു പവർ അവർക്ക് ഉണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ളടത്ത് റീഫിനാൻസറായിട്ട് നബാർഡ് എത്തുന്നുണ്ടാവും. പിന്നെ ഡെവലപ്പർ എന്ന് പറയുമ്പോൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്തവർക്ക് അവർക്കൊരു ഡെവലപ്മെന്റിലേക്ക് അവരെ എത്തിക്കുക. അവർക്ക് ഒരു ഓവറോൾ അവർക്ക് മെയിൻലി റൂറൽ ഏരിയാസിൽ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നോളജ് വളരെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ അവരെ സൂപ്പർവൈസ് ചെയ്യാനും കുറച്ച് ഇന്നോവേഷൻസിലൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള, മെയിൻലി നമ്മുടെ റൂറൽ എക്കോണമീനെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നബാർഡ് എന്നുള്ളത്. ഇൻറ്റിഗ്രേറ്റ് ദ വേരിയസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവോൾവ് ഇൻ ദ ഏരിയ ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. ആൻഡ് ഈ റൂറൽ ഡെവലപ്മെന്റ് നമ്മൾ കുറേ പറഞ്ഞു, ചെറുകിട വ്യവസായങ്ങളെ അല്ലെങ്കിൽ ചെറിയ റൂറൽ ഏരിയാസിലെ ഒക്കെ ബാങ്കിങ്ങിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് കുറേ സ്മോൾ ഫിനാൻസ് ബാങ്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ ഉള്ള ഫിനാൻസിനെ എല്ലാം കൂടെ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് ഫിനാൻഷ്യൽ ഫംഗ്ഷൻസിനെ, ഇതിൻ്റെ എല്ലാം ഫിനാൻഷ്യൽ ഫംഗ്ഷൻസിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നതാണ് നബാർഡ് എന്നുള്ളത്. ഓക്കെ, ആൻഡ് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസിൽ കൊടുക്കുന്നുണ്ട്, ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. ഫങ്ഷൻസ് എന്താണ് എന്നുള്ളതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇതൊക്കെ തന്നെയാണ് ഫങ്ഷൻസ് അല്ലേ? യെസ്,
coordinating rural financial activities, undertaking and monitoring evaluation of projects being refinanced by financial institutions. Yes, ഫങ്ഷൻസും ഇതൊക്കെ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചിരിക്കുക. നബാർഡ്സിന്റെ സ്കീംസ് ഏതൊക്കെയാണെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചിരിക്കുക. സ്കീംസ് ഓഫ് നബാർഡ് KSS ഉണ്ട്, വില്ലേജ് ഡെവലപ്മെന്റ് പ്ലാൻ ഉണ്ട്, വാട്ടർഷെഡ് പ്രോജക്ട്സ് ഇൻ 31 ഡിസ്ട്രിക്ട്സ് ഉണ്ട്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഉണ്ട്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്താണെന്ന് നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേക്കിനും പഠിക്കാം. ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്, എക്സ്പ്ലെയിൻ ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് എന്താണ് എന്ന് നിങ്ങൾക്ക് ഒരു 1 or 2 മാർക്സിന് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് എഴുതേണ്ടത്? ഇതൊരു സ്പെഷ്യലൈസ്ഡ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ ആണ്. എന്തിനു വേണ്ടിയിട്ട്? പ്രൊവൈഡ് ലോങ് ടേം ഫിനാൻസ്. ആർക്ക്? ഫാമേഴ്സിനൊക്കെ ലോങ് ടേം ഫിനാൻസ് കൊടുക്കുന്നു. ലോങ് ടേം ഫിനാൻസ്, ലോങ് ടേം അഗ്രികൾച്ചറൽ ക്രെഡിറ്റ്. ഫാമേഴ്സിനാണ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ്, ഒബ്വിയസ്ലി ഫാമേഴ്സിനായിരിക്കുമല്ലോ. അപ്പോൾ ലോങ് ടേം അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ലോങ് ടേം ഫിനാൻസ് ഹെൽപ്പ് ആർക്ക് കൊടുക്കുന്നു? ഫാമേഴ്സിന് കൊടുക്കുന്നവർ. അതാണ് അവരുടെ പ്രൈമറി ഫോക്കസ് എന്നുള്ളത്. ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സിന്റെ പ്രൈമറി ഫോക്കസ് എന്നുള്ളത് ഷോർട്ട് ടേം കോപ്പ് ലോൺസിനെക്കാട്ടിലും കുറച്ച് ലോങ് ടേം ആയിട്ടുള്ള ഫണ്ട്സ് ഫാമേഴ്സിന് അവൈലബിൾ ആക്കി കൊടുക്കുന്ന ആൾക്കാരാണ് ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സ് എന്നുള്ളത്. ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സ് എന്നുള്ളത്. ഓക്കെ, അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു ഇൻഡസ്ട്രിയൽ കൺസേൺസ് ആൻഡ് അതുപോലെ തന്നെ ഫാമേഴ്സ്, underwrite stocks, shares, bonds and debentures performance, guarantees loan deferred payments undertaken by industrial, act as agent of central and state government, ancillary services as consultancy, market banking, equipment leasing അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ആൻഡ് അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറൽ ആക്ടിവിറ്റീസ്, റോ മെറ്റീരിയൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആണ് ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സ് ചെയ്യുന്നത്. ലാൻഡ് ലോങ് ടേം, ലാൻഡ് ലോങ് ടേം അങ്ങനെ ഒരു കാര്യം ഓർത്തിരിക്കുക, ലാൻഡ് ലോങ് ടേം എന്ന് ഓർത്തിരിക്കുക. ദെൻ SIDBI, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു IDBI പഠിച്ചതിൻ്റെ കൂടുതൽ നമ്മൾ പറഞ്ഞാണ് SIDBI, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് എന്നുള്ളത്. സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്, സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് 1990-ലാണ്. ഓൺലി ഓൺഡ് സബ്സിഡിയറി ഓഫ് IDBI ആയിരുന്നു. അപ്പെക്സ് ഫോർ എന്തിനു വേണ്ടിയിട്ടാണ്? സ്മോൾ യൂണിറ്റ്സ് ഗിവിംഗ് റീഫിനാൻസ് ടു സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ്. സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ IDBIയുടെ ആക്ടിവിറ്റീസ് എന്താണെന്ന് നമ്മൾ പഠിച്ചല്ലോ. അവരുടെ ആക്ടിവിറ്റീസ് എസ്പെഷ്യലി സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിലേക്ക് വരുമ്പോൾ അത് ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളത്, അത് ക്യാരി ഓവർ ചെയ്തിട്ടുള്ളത് ആരാണ്? SIDBI, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ആണ്. അവരുടെ മിഷൻ എന്ന് പറഞ്ഞാൽ ടു എംപവർ. മിഷൻ ഓഫ് SIDBI എന്ന് ചോദിച്ചാൽ ടു എംപവർ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്, അതായത് MSME, micro, small and medium enterprises, എന്തിനു വേണ്ടി? with a view to contributing to the process of economic growth, economic employment generation and balanced regional development. സോ ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്നുള്ളതും വായിച്ചു വെച്ചിരിക്കുക. ഇനിഷ്യേറ്റിംഗ് സ്റ്റെപ്സ് ഫോർ ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ. ടെക്നോളജിക്കലി സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അവർ ഉള്ളത് വെച്ചിട്ട് അവർ റൺ ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് ആദ്യം തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയായിരിക്കും അവർ ടിൽ ഒരു 10 years ഒക്കെ ആയിട്ട് അവർ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ആദ്യം തുടങ്ങിയപ്പോൾ എന്തോരം പ്രോഫിറ്റ് ഉണ്ടായിരുന്നോ അത് തന്നെയായിരിക്കും അവർ ഫോളോ ചെയ്യുന്നുണ്ടാവുക. അതിൽ നിന്നൊരു അപ്ഗ്രഡേഷൻ അവർക്ക് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. കോസ്റ്റിങ്ങിൻ്റെ ക്ലാസ് വരുന്നുണ്ട് ശ്രേയ, കോസ്റ്റിങ്ങിൻ്റെ ക്ലാസ് വരുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു ദിവസങ്ങളിൽ കോസ്റ്റിങ്ങിൻ്റെ ക്ലാസ് ഉണ്ടാവും. ഡോണ്ട് വറി. ഓക്കെ, എക്സ്പാൻഡ് ദ ചാനൽസ് ഓഫ് മാർക്കറ്റിംഗ് പ്രോഡക്ട്സ് ഓഫ് സ്മോൾ സ്കെയിൽ സെക്ടർ. നേരത്തെ പറഞ്ഞതുപോലെ സ്മോൾ സ്കെയിൽ സെക്ടർ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ പ്രോഡക്ട്സ് അവർക്ക് ആദ്യം തൊട്ടേ ഉണ്ടായിരുന്ന കുറച്ച് കസ്റ്റമേഴ്സ്, അവർക്ക് ആദ്യം തൊട്ടേ ഉണ്ടായിരുന്ന കുറച്ച് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അവർക്ക് ആദ്യം തൊട്ടേ ഉണ്ടായിരുന്ന രീതിയിൽ തന്നെയുള്ള പ്രോഫിറ്റ്, അതിൽ നിന്നൊരു ഡെവലപ്മെൻറ്റ്, അവരൊരു സ്റ്റേബിൾ സ്റ്റേറ്റിലായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ അവർക്ക് ഒരു എംപവർമെൻറ്റ് വേണ്ടേ, ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടേ, ഒരു എന്താ പറയുക, ഒരു സ്റ്റെപ്പ് അപ്പ് വേണ്ടേ. സോ അതിന് വേണ്ടിയിട്ട് ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷനിലും അതുപോലെ തന്നെ അവരുടെ പ്രോഡക്ട്സ് ഇനിയും കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനുള്ള മാർക്കറ്റിംഗ് കാര്യങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതും, അതുപോലെ തന്നെ പ്രൊമോട്ട് എംപ്ലോയ്മെൻറ്റ് ഓറിയൻറ്റഡ് ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ എസ്പെഷ്യലി ഇൻ സെമി അർബൻ ടു ക്രിയേറ്റ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഒബ്ജക്റ്റീവ്സ് ഓഫ് SIDBI. SIDBI എന്ന് പറഞ്ഞാൽ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ.
അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇനി ഷോർട്ട് ആക്കാനായിട്ട് പറ്റില്ല. സോ ഈ ഷോർട്ട് പോയിന്റ്സ് നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് വായിച്ചു വെച്ചിട്ട് പോവുക. സ്കീംസ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കീംസ് ഓഫ് സിഡ്ബി, നാഷണൽ ഇക്വിറ്റി ഫണ്ട് സ്കീം, ഓട്ടോമാറ്റിക് റീഫിനാൻസ് സ്കീം, സിംഗിൾ വിൻഡോ സ്കീം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എഡ്ബിയുടെ അത് തന്നെ. മുദ്ര ബാങ്ക്. ഇനി മുദ്ര ബാങ്ക് എന്താണെന്ന് ചോദിച്ചാൽ മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് റീഫിനാൻസ് ഏജൻസി ബാങ്ക്. കുറെ വാക്കുകൾ കൂട്ടിച്ചേർത്ത് എഴുതിയപ്പോൾ മുദ്രയായി. മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ബാങ്ക് അല്ലെങ്കിൽ മുദ്ര ബാങ്ക്. ഇതിനെല്ലാം കൂടെ ഷോർട്ട് ഫോം കൂട്ടി വെച്ചതാണ് മുദ്രയായത്. മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതൊരു പബ്ലിക് സെക്ടർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. പബ്ലിക് സെക്ടർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. നമ്മൾ നേരത്തെ തൊട്ടേ പറഞ്ഞപ്പോൾ എല്ലാം പറഞ്ഞു, എല്ലാം ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇവർ കൊടുക്കുന്നത് ലോ റേറ്റ്സിലായിരിക്കും മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും മൈക്രോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ലോ റേറ്റിൽ ലോൺസ് അവൈലബിൾ ആക്കി കൊടുക്കുന്നു. ഇതാരാണ് ലോഞ്ച് ചെയ്തത്? ഗ്രേറ്റ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഓൺ 8th April 2015 എന്ത് ചെയ്തിട്ടുള്ളത്? ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പ്രധാനമന്ത്രി മുദ്ര യോജന സ്കീമായിട്ടായിരിക്കും ഇത് സെറ്റപ്പ് ചെയ്യുന്നുണ്ടാവുക. 2015 റീസെന്റ് ആണ്. ഓക്കെ, 2015 റീസെന്റ് ആണ്. സർവീസസ് ടു സ്മോൾ എന്റർപ്രണേഴ്സ് ഔട്ട്സൈഡ് ദ സർവീസ് ഏരിയ ഓഫ് റെഗുലർ ബാങ്ക്സ്. റെഗുലർ ബാങ്ക്സിന്റെ സർവീസ് ഏരിയയ്ക്ക് പുറത്ത് നിൽക്കുന്ന കുറച്ച് സ്മോൾ എന്റർപ്രണേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ. അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒന്നും ഫില്ല് ചെയ്തിട്ടില്ലാത്ത കുറച്ച് എന്റർപ്രണേഴ്സ് അല്ലെങ്കിൽ ബാങ്ക്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് ഉണ്ടാവുമല്ലോ. അവർക്ക് സപ്പോർട്ട് സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് മുദ്ര ബാങ്കിന്റെ ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഫങ്ഷൻസ് ഉള്ളത്. മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ബാങ്ക്. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ റെഗുലേറ്റ് ദ ലെൻഡർ and borrower of microfinance and bring stability microfinance system through regulation and inclusive participation. Extend finance and credit support to microfinance institutions. Microfinance institution എന്ന് പറഞ്ഞാൽ സ്മോൾ സ്കെയിൽ അല്ല, ചെറിയ ഫിനാൻസിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. സ്ട്രക്ചേർഡ് ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ MFIs ആൻഡ് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് MFI എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇൻട്രൊഡ്യൂസ് എ സിസ്റ്റം ഓഫ് പെർഫോമൻസ് റേറ്റിംഗ് അക്രഡിറ്റേഷൻ ഫോർ ദ ഫസ്റ്റ് ടൈം. അതുപോലെ തന്നെ സ്റ്റാൻഡർഡൈസ്ഡ് കൺവെനൻസ് ദാറ്റ് വിൽ ഫോം ദ ബാക്ക് ബോൺ ഓഫ് ലാസ്റ്റ് മൈൽ ബിസിനസ് ഇൻ ഫ്യൂച്ചർ. ഇങ്ങനെയുള്ള കുറച്ച് ഫങ്ഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. എല്ലാം ഷോർട്ട് പോയിന്റ്സ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഈ ഒരു ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. ദെൻ NHB, നാഷണൽ ഹൗസിംഗ് ബാങ്ക്. ഇതും നമ്മൾ ഓൾമോസ്റ്റ് കുറേ കേട്ടിട്ടുള്ളതാവാം. നാഷണൽ ഹൗസിംഗ് ബാങ്ക് കേട്ടിട്ടില്ലേ? നമ്മൾ സ്റ്റഡി ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും. 1987 എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത് as per the recommendation of ഹൈ ലെവൽ ഗ്രൂപ്പ് ഹെഡഡ് ബൈ ഡോക്ടർ രംഗരാജൻ. ഡോക്ടർ രംഗരാജൻ ഹെഡ് ചെയ്തിട്ടുള്ള ഹൈ ലെവൽ ഗ്രൂപ്പിന്റെ സജഷൻ അല്ലെങ്കിൽ റെക്കമെൻഡേഷനിൽ വന്നിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബാങ്കാണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്നുള്ളത്. എന്നാണ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തത്? 1988 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1987 ദ നെക്സ്റ്റ് ഇയറിലാണ് ഇതിന്റെ മെയിൻ ഫങ്ഷൻസ് സ്റ്റാർട്ട് ചെയ്തത്. റിസർവ് ബാങ്കിന്റെ ഓണർഷിപ്പിലാണ്. ഓണർ ആരാണ്? ഹോളി ഓൺഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBI ആണ് ഹോളി ഓൺഡ് ബൈ RBI. അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ മാറ്റർ ഓഫ് ഹൗസിംഗ് ഫിനാൻസ്. ഹൗസിംഗ് ഫിനാൻസിൽ ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇനിഷ്യൽ ഷെയർ എത്രയായിരുന്നു? 100 crores ആയിരുന്നു. എൻ്റർലി സബ്സ്ക്രൈബ്ഡ് ബൈ ആര്? റിസർവ് ബാങ്കിന്റെ അണ്ടറിൽ തന്നെയാണ്. ഒബ്ജക്റ്റീവ്സ് എന്താണ്? സ്പെഷ്യലൈസ്ഡ് ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് for mobilizing water resources and extending credit for housing, to extend refinance facilities to housing finance institutions and to scheduled banks, to provide guarantee underwriting facilities to housing finance institutions. Housing finance institutions എന്താണെന്ന് മനസ്സിലായോ? Housing finance institutions. എടാ നോട്ട്സ് എവിടെ കിട്ടും എന്ന് ചോദിച്ചാൽ നോട്ട്സ് നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ഡ്രൈവിൽ കിട്ടും. അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നോട്ട്സ് വൺസ് അപ്ലോഡഡ് ആയി കഴിഞ്ഞ് മെസ്സേജ് വരാറുണ്ട്.
നിങ്ങളുടെ ഇവിടെ ചാറ്റിൽ തന്നെ ഫ്രീ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് ഉണ്ട്. ആ ഒരു ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ട്സ് കിട്ടും. ഓക്കെ, വൺസ് നോട്ട്സ് അപ്ലോഡഡ് ആയാൽ നിങ്ങൾക്ക് അതിൻ്റെ മെസ്സേജ് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ വരുന്നുണ്ടാവും. സോ 8:51 നമുക്ക് പെട്ടെന്ന് 9 മണി നിങ്ങളുടെ അടുത്ത് ഞാൻ വാക്ക് പറഞ്ഞതാണ്. യെസ്, ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഫങ്ഷൻസ് ഓഫ് നമ്മുടെ NHB നാഷണൽ ഹൗസിംഗ് ഫിനാൻസിൻ്റെ അങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം. അതങ്ങനെയാണ് പ്രവർത്തിക്കുക. ഓക്കെ ഗൈസ്, ആദ്യമായിട്ടാണോടാ ഫർസാന? ഇന്നലെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ ഫർസാന? ഇടയ്ക്ക് ആരോ കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലം. കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കയറി നോക്കിയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കമന്റിൽ ഒന്ന് പറയണേ, ഞാൻ ഇൻഫോം ചെയ്യാം. ആൻഡ് നമ്മുടെ NHBയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, എക്സ്റ്റെൻഡ് ക്രെഡിറ്റ് ഫോർ ഹൗസിംഗ്, അതുപോലെ തന്നെ ഗൈഡ് ലൈൻസ് ടു ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, then technical and administrative assistance and to coordinate with the various agencies connected with the housing, refinance and direct finance to eligible institutions in housing finance. ഇതൊക്കെയാണ് നമ്മളുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഫങ്ഷൻസ് ഓഫ് നമ്മുടെ NHB, ഫങ്ഷൻസ് ഓഫ് NHB. ഞാനിപ്പോൾ തന്നെ ഈ നോട്ട്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇപ്പം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ, കിട്ടത്തില്ലെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. സോ ഞാൻ നോട്ട്സ് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. ദെൻ ഇപ്പം അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ബാക്കിയുള്ള ഇതിൻ്റെ നോട്ട്സ് ഞാനിപ്പോൾ അയച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. ഇന്നലത്തെ എൻ്റെ നോട്ട്സ് ഒക്കെ കിട്ടുന്നുണ്ടോ എന്നൊന്ന് നോക്കാമോ? റിസോഴ്സസ് ആക്സസിബിൾ ആക്കുക, മാക്സിമം ആക്സസിബിൾ ആക്കുക. ഇപ്പം ചെറിയ നമ്മളെ ഹൗസിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്തെ പലപ്പോഴും ഇപ്പൊ റീസെന്റ് ഒക്കെ ഒരു എന്താ കാണിക്കുന്നടാ ശ്രേയ ചോദിച്ചതിന്, അതായത് ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ മെറ്റീരിയൽസിനൊക്കെ, അതായത് ഹൗസിംഗ് കൺസ്ട്രക്ഷനൊക്കെ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള ഓൾമോസ്റ്റ് എല്ലാത്തിലും നമുക്ക് റിസോഴ്സസ്, ഇപ്പം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഒക്കെ കേസ് നമ്മൾ പറഞ്ഞില്ലേ, അവർക്കൊക്കെയും പ്രശ്നങ്ങൾ ഉണ്ടാവുക, റിസോഴ്സസ് അവർക്ക് ആക്സസിബിൾ ആവുന്നുണ്ടാവില്ല. അതിനെയൊക്കെ അവരുടെ ആക്സസിൽ എത്തിക്കുക എന്നുള്ള ഒരു കാര്യങ്ങളാണ്. സൈൻ ചെയ്തിട്ട് കിട്ടുന്നില്ല മീൻസ് ഈ ഒരു ചാപ്റ്ററിൻ്റെ കിട്ടുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഞാൻ ജസ്റ്റ് ഇപ്പം അയച്ചു കൊടുത്തിട്ടേ ഉണ്ടാവുള്ളൂ. ഇന്നലത്തേത് കഴിഞ്ഞ ദിവസത്തെ വേറെ ഏതെങ്കിലും നോട്ട്സ് അവിടെ കാണുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. ഒന്നുമേ കാണുന്നില്ല, മൊത്തത്തിൽ എന്തെങ്കിലും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ബാങ്ക്സ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്സ്, അതായത് റീസെൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിനേക്കാൾ കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓക്കെ ട്ടോ, ഞാൻ പറയാം. എന്താ കാണിക്കുന്നത് ഖദീജ? എങ്ങനെയാ കാണിക്കുന്നത്? വെയിറ്റ്, ലെറ്റ് മീ സൈൻ ഇൻ. നിങ്ങൾ ഇമെയിൽ ID കൊടുത്ത് ലോഗിൻ ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടാവും കേട്ടോ. അത് ചെയ്തോ? അത് ചെയ്തോന്നൊന്ന് നോക്കാം കേട്ടോ. സോ ഫങ്ഷൻസ് ഓഫ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, മേ ബി ഈ ഒരു നോട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം. ആ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. ഇൻ കേസ് എന്നിട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാം ഈ കഴിഞ്ഞ കോർപ്പറേറ്റ് റെഗുലേഷൻസിന്റെ എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് മെസ്സേജ് വന്നത്.
കോർപ്പറേറ്റ് റെഗുലേഷൻസിൻ്റെ എല്ലാം അപ്ലോഡ് ചെയ്തായിരുന്നു. EDPയുടെ കേസ് ഞാൻ വൃന്ദ മിസ്സിൻ്റെ അടുത്ത് ചോദിക്കാം. സോ ഈ ഒരു നോട്ട്സ് ആണെങ്കിലും മറ്റ് നോട്ട്സ് ആണെങ്കിലും നിങ്ങൾക്ക് കുറച്ച് ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളുടെ ലിങ്കിൽ തന്നെ ആണോടാ മെത്തി ഇത് വരുന്നത്. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് റെക്കോർഡിങ്സ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. വീഡിയോയുടെ താഴെ ഒരു കമൻ്റ് ആയിട്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ നമ്മളപ്പോൾ തന്നെ, എന്നിട്ടും സ്റ്റില് കിട്ടുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ ആ കമൻ്റ് ആയിട്ടൊന്ന് ഇടുവാണെന്നുണ്ടെങ്കിൽ നമ്മളപ്പോൾ തന്നെ അത് റെഡിയാക്കി തരാം കേട്ടോ, എന്താണ് ഇഷ്യൂ എന്നുള്ളത് നോക്കിയിട്ടെ. നമുക്ക് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ ഫംഗ്ഷൻ കൂടെ നോക്കട്ടെ. കിട്ടിയില്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഇല്ലടാ, നെക്സ്റ്റ് ക്ലാസ് വരെ വെയിറ്റ് ചെയ്യണ്ട. കമന്റ്സിൽ ഒന്ന് പറഞ്ഞിടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ അത് സോൾവ് ചെയ്യാമല്ലോ. സോ നെക്സ്റ്റ് ക്ലാസ്സിലും ഇത് തന്നെയാണ് പ്രശ്നം എന്നുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിന്റെ നോട്ട് കിട്ടാൻ നമുക്കിനി അടുത്ത ക്ലാസ്സിലിരിക്കുമ്പോഴേക്കും കുറച്ചും കൂടെ ബുദ്ധിമുട്ടാവില്ലേ. അപ്പം ഒന്ന് നോക്കിയിട്ട് ഇടുക കേട്ടോ. സോ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്, രണ്ട് രീതിയിലുള്ള ഫങ്ഷൻസ് ഉണ്ട്. കൺവെൻഷണൽ ഫങ്ഷൻസ് ഉണ്ട്, ഇന്നോവേറ്റീവ് ഫങ്ഷൻസ് ഉണ്ട്. കൺവെൻഷണൽ ഫങ്ഷൻസിനെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഇതെന്ത് കോപ്പി പേസ്റ്റ് ചെയ്താണോ? ഓക്കെ, കൺവെൻഷണൽ അതിനെ നമുക്ക് പ്രൈമറി ഫങ്ഷൻസ്, സെക്കൻഡറി ഫങ്ഷൻസ്. സെക്കൻഡറി ഫങ്ഷൻസിൽ ഏജൻസി ഫങ്ഷൻസ് ഉണ്ട്, ജനറൽ യൂട്ടിലിറ്റി ഫങ്ഷൻസ് ഉണ്ട്. നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈമറി ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ പ്രൈമറി ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെക്കേണ്ട 4 പോയിന്റ്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. എഴുതി വെക്കേണ്ട 4 പോയിന്റ്സ് ആണ് എന്ത് ഈ കാണുന്നത്. പ്രൈമറി ഫങ്ഷൻസ് അല്ലെങ്കിൽ കൺവെൻഷണൽ ഫങ്ഷൻസിലെ പ്രൈമറി ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. റിസീവിംഗ് ഡെപ്പോസിറ്റ് ഫ്രം പബ്ലിക്കിൽ നിന്ന് ഡെപ്പോസിറ്റ് എടുക്കുക, ലോൺസ് ആൻഡ് അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യുക, ക്രെഡിറ്റ് ക്രിയേഷൻ നടത്തുക, യൂസ് ചെക്ക് സിസ്റ്റം ആൻഡ് പ്ലാസ്റ്റിക് കാർഡ്സ്. ചെക്ക് സിസ്റ്റം ആൻഡ് പ്ലാസ്റ്റിക് കാർഡ്സ് എന്ന് വെച്ചാൽ ചെക്ക് നമുക്കറിയാലോ, ബാങ്കിലൊക്കെ നമുക്ക് ചെക്ക് ലീഫ് തരത്തില്ലേ, അതാണ് ചെക്ക്. പ്ലാസ്റ്റിക് കാർഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഇതൊക്കെ പ്ലാസ്റ്റിക് കാർഡ്സിലല്ലേ കിട്ടുന്നത്, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ്, ഇതൊക്കെയാണ് പ്രൈമറി ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. അതായത് സാധാരണ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മളൊക്കെ അക്കൗണ്ട് എടുത്തിട്ടുള്ള ഒരു ബാങ്കിലെ ആ ബാങ്കിൽ അവർ എന്തൊക്കെ ഫങ്ഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ലിറ്ററലി നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ. നമ്മളവിടെ പോയി പൈസ ഇടാറുണ്ട്, നമ്മൾ അവിടുന്ന് ക്യാഷ് ലോൺ ആയിട്ടും അഡ്വാൻസസ് ആയിട്ടും നമുക്ക് കളക്ട് ചെയ്യാറുണ്ട്. അവർ നമുക്ക് ചെക്ക് ലീഫ് കാര്യങ്ങളൊക്കെ തരാറുണ്ട്. അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഫണ്ട്സ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റാറുണ്ട്. നമുക്ക് ക്രെഡിറ്റ് കാർഡ്സ്, അതിനെയാണ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡറി ഫങ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏജൻസി സർവീസസ്, ബാങ്കർ നമ്മളുടെ കസ്റ്റമറിൻ്റെ ഏജൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട്. അത് ഏതൊക്കെ സിറ്റുവേഷൻസ് ആണ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ജനറൽ യൂട്ടിലിറ്റി സർവീസസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലോക്കർ ഫെസിലിറ്റീസ്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ഫണ്ട് ട്രാൻസ്ഫർ, ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അണ്ടർറൈറ്റ് ഷെയർസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ കമ്പനികളുടെയൊക്കെ കേസിൽ ഷെയർസ് നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പബ്ലിക്കിലേക്ക് കൊടുക്കില്ലേ, അപ്പോൾ അണ്ടർ റൈറ്റേഴ്സ് വന്നിട്ട് അത് ഏറ്റെടുത്തിട്ട് അവർ ത്രൂ നമ്മൾ പബ്ലിക്കിൽ നിന്ന് അവർക്ക് വിറ്റ് തരും. അതായത് റീറ്റെയിൽ മാർക്കറ്റൊക്കെ പോലെ തന്നെ ഷെയറിൻ്റെ കേസ്, അതിനെയാണ്. ക്രെഡിറ്റ് കാർഡ്സ്, ഫോറിൻ എക്സ്ചേഞ്ച്, ട്രാവലേഴ്സ് ചെക്ക്, കളക്ഷൻ ഓഫ് സ്റ്റാറ്റസ്, ഇതൊക്കെയാണ് ജനറൽ യൂട്ടിലിറ്റി സർവീസസ് എന്നുള്ളത്. ഇനി ഇന്നോവേറ്റീവ് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ATM സർവീസസ് 1, ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി 2, ടെലി ബാങ്കിങ്, പേഴ്സണൽ കമ്പ്യൂട്ടർ ബാങ്കിങ് അല്ലെങ്കിൽ ഹോം ബാങ്കിങ്. നമുക്ക് എല്ലാവർക്കും ഒരു ആപ്പ് ഉണ്ട് അല്ലേ, ഒരു ആപ്പിൽ നമ്മളുടെ ലോഗിൻ ഡീറ്റെയിൽസ് കൊടുത്തു നോക്കുമ്പോൾ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആ ഒരു ആപ്പിലൂടെ നമുക്ക് കിട്ടും. ഇന്റർനെറ്റ് ബാങ്കിങ്, നമ്മുടെ UPI ബാങ്കിങ് കാര്യങ്ങളൊക്കെ, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസസ്, ഡെബിറ്റ് ക്ലിയറിംഗ്, ക്രെഡിറ്റ് ക്ലിയറിംഗ്. റിയൽ ടൈം, ഇതെന്താണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് നോക്കിയിരിക്കുക. റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം, അതായത് ഡയറക്റ്റ് പേയ്മെൻറ്റ് നമുക്ക് നടത്താൻ പറ്റും, ആർക്ക് വേണമെങ്കിലും നടത്താൻ പറ്റും ബൈ പഞ്ചിങ് ഇൻ എ ഫ്യൂ കീസ്. അതായത് നമുക്ക് മൊബൈൽ ത്രൂ നടത്താൻ പറ്റുന്ന ഒരു ട്രാൻസ്ഫർ അല്ലേ, വിത്തൗട്ട് ബോദറിങ് അബൌട്ട് ദ നെയിം ഓഫ് ബാങ്ക് വെയർ ഹി മെയിൻറ്റൈൻഡ് അക്കൗണ്ട്. നമ്മൾ ആർക്കാണോ പൈസ അയക്കുന്നത് ആ ആളുടെ ബാങ്ക് അക്കൗണ്ട് ഏതാണെന്നും കാര്യങ്ങളൊന്നും നമ്മൾ ബോദർ ചെയ്യാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ നടത്താനായിട്ട് നമുക്ക് ആ ഒരു ഫീസിബിലിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ബാങ്ക് അഷുറൻസ് എന്ന് വെച്ചാൽ പാർട്ട്ണർഷിപ്പ് വിത്ത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് ബാങ്ക് അഷുറൻസ് എന്ന് വെച്ചാൽ. അതായത് ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് കമ്പനി അവരുടെ പ്രോഡക്ട്സിനെ, ബാങ്കിങ് സർവീസിലൂടെ ഇൻഷുറൻസ് പ്രോഡക്ട്സിനെ സെല്ല് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, അവർ പാർട്ട്ണർഷിപ്പിലേക്ക് വരുന്ന ഒരു പ്രോസസ്സാണ് ബാങ്ക് അഷുറൻസ് എന്ന് പറയുന്നത്. മൊബൈൽ ബാങ്കിങ് നമുക്കറിയാം, നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ദെൻ എമർജിങ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ട്രെൻഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് എന്താണ്,
ലീഡ് ബാങ്ക് സ്കീം എന്താണ് എന്നുള്ളത്. അതായത് ഈച്ച് ബാങ്ക് ഹാസ് ബീൻ അസൈൻഡ് ടു ഡിഫറെൻറ്റ് ബാങ്ക്സ് act as a consortium leader to coordinate the efforts of banking, particularly manner like branch expansion on credit planning. അതാണ് ലീഡ് ബാങ്ക് സ്കീം. അതായത് ഓരോ ബാങ്കിനും ഒരു ഡിഫറെൻറ്റ് ബാങ്കിനെ നമ്മളൊരു ലീഡ് ബാങ്ക് ആയിട്ട് വെച്ചിട്ട് അവരുടെ എന്ത് ചെയ്യുന്നു, എഫേർട്സിനെ എന്ത് ചെയ്യുന്നു, കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ലീഡ് ബാങ്ക് സ്കീം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൈക്രോ ഫിനാൻസ്, നമ്മൾ കുറേ നേരമായിട്ട് കണ്ടതാണ് എന്താണ് മൈക്രോ ഫിനാൻസ് എന്നുള്ളത്. അതായത് സോഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് ആർക്ക് വേണ്ടിയിട്ട്, ഫോർ എൻ്റർപ്രനേഴ്സ്. അതുപോലെ തന്നെ സ്മോൾ ബിസിനസ് ലാക്കിംഗ് ആക്സസ് ടു ബാങ്ക് ആൻഡ് റിലേറ്റഡ് സർവീസസ്, അതിനെയാണ് മൈക്രോ ഫിനാൻസ് എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് നോ ഫ്രിൽ അക്കൗണ്ട് എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, വാട്ട് ഇസ് എ നോ ഫ്രിൽ അക്കൗണ്ട് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നോ ചാർജ് അല്ലെങ്കിൽ ലോ മിനിമം ബാലൻസ് റിക്വയർമെൻറ്റിൽ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് ബാങ്ക് അക്കൗണ്ട് വിത്ത് മിനിമൽ അല്ലെങ്കിൽ വിത്തൗട്ട് എനി ബാലൻസ്, അങ്ങനെ ഒരു അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ നോ ഫ്രിൽസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഡിസൈൻഡ് ടു പ്രൊമോട്ട് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ബൈ മേക്കിംഗ് ബാങ്കിങ് ആക്സസിബിൾ ടു പുവർ ആൻഡ് അൺബാങ്ക്ഡ്, ഇതുവരെയും ബാങ്കിനെ പറ്റി എത്തിയിട്ടില്ലാത്ത ആൾക്കാർക്ക് സീറോ ബാലൻസിലൊക്കെ അക്കൗണ്ട് തുടങ്ങുന്നതിനെയാണ് നോ ഫ്രിൽസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. PMJDY, പ്രധാനമന്ത്രി ജൻധൻ Yojana is a government scheme aimed at financial inclusion by providing every individual household in the access to a basic bank account. എല്ലാ ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡിനും ഒരു ബേസിക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കുന്ന ഒരു ഗവൺമെന്റിന്റെ സ്കീമാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന എന്നുള്ളത്. സീറോ ബാലൻസ് അക്കൗണ്ട് ഓഫർ ചെയ്യുന്നുണ്ട്. ഡെബിറ്റ് കാർഡ്സ് അതുപോലെ തന്നെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസും ഇൻഷുറൻസ് കവറേജും കാര്യങ്ങളും എല്ലാം അവർ അലോ ചെയ്യുന്നുണ്ട്. PMJDY. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ് എന്താണ് ബാങ്കിങ്, വാട്ട് ഡു യു മീൻ ബൈ ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ് ഇൻ ഇന്ത്യ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ട ഉത്തരമാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻ ബിറ്റ്വീൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ബട്ട് നമുക്ക് ഇനി കുറച്ച് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും, ക്യൂപ്പിഡ് ഡിസ്കഷൻ നമ്മൾ സെപ്പറേറ്റ് ഒരു ലൈവായിട്ട് വെക്കുന്നുണ്ട്, അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഈ ഇടയ്ക്ക് നമ്മൾ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ടാവും. അതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ തന്നിട്ടുള്ളത്. സോ നോട്ട്സ് എനിവേ നിങ്ങൾക്ക് അവൈലബിൾ ആക്കാം, നമ്മൾ ഡെഫിനറ്റ്ലി അവൈലബിൾ ആക്കുന്നുണ്ടാവും. ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുക, ഒരു സ്ക്രീൻഷോട്ട് എടുത്തേക്കാമോ? ഈ 3 ക്വസ്റ്റ്യൻസിൻ്റെ എങ്കിലും ഈ 3 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലുമൊക്കെയാണ് നിങ്ങൾക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? സോ അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ എങ്കിലും ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. നിങ്ങൾ പോസ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. ആൻഡ് നോട്ട് നമ്മൾ ഷുവറായിട്ടും അവൈലബിൾ ആക്കുക കേട്ടോ. ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, പോസ് ചെയ്ത് വെച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക. അങ്ങനെ നമ്മൾ 9:04 ആയപ്പോഴേക്കും നമ്മളുടെ സ്ട്രക്ചർ ഓഫ് ബാങ്ക്സിനെ നമ്മൾ തീർത്തിരിക്കുകയാണ്. സോ നമ്മളുടെ സ്ട്രക്ചർ ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ നമ്മളുടെ പോർഷൻ ഇന്നിവിടെ കഴിഞ്ഞിരിക്കുന്നു. ഓവർ. ഓക്കെ, അപ്പം ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് സമന്ത വരദരാജൻ. ഓക്കെ, വളരെ നേരത്തെയാണല്ലോ വന്നിട്ടുള്ളത്. കുഴപ്പമില്ല, നമുക്ക് റെക്കോർഡിങ്സ് നിങ്ങളുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ലൈവിൻ്റെ സെഷനിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് റെക്കോർഡിങ്സ് കാണാനായിട്ട് പറ്റും. സോ നിങ്ങൾ ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും പേടിക്കേണ്ട, നിങ്ങൾ റെക്കോർഡിങ്സ് ഒക്കെ കാണുക. നോട്ട്സ് അവൈലബിൾ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടായിരുന്നു സമന്ത? ഓക്കെ, കമൻറ്റ് ഒന്നും കണ്ടില്ല, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വന്നിട്ടില്ല എന്നുള്ളത്. ഇപ്പോഴാണ് വന്നുള്ളത്. ഓക്കെ, നോ പ്രോബ്ലം. നോ പ്രോബ്ലം. നോട്ട്സ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. നോട്ട്സ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ഒന്നിടുക. ഈ വീഡിയോ ലൈവായിട്ട് നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ട് വന്ന് കിടക്കുന്നുണ്ടാവും. നോട്ട്സ് നോക്കിയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റിൽ റെക്കോർഡഡ് ആയിട്ട് വന്ന് കിടക്കുന്നുണ്ടാവും. അതിൻ്റെ കമൻറ്റിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ടീം അത് സെറ്റാക്കി തരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിന് മുമ്പ് തന്നെ നമുക്ക് നോട്ട്സിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും രാത്രി ഇനി ഫുഡൊക്കെ നേരത്തെ കഴിച്ചതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ എന്തൊക്കെയാണെന്ന് പഠിച്ചതെന്നുള്ളത് ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോയി സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കുക, രാത്രി കുറച്ച് നേരത്തെ കിടക്കുക. രാത്രി ഇരുന്ന് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് വാമപ്പ് ഒക്കെ ആയിട്ട് ഒന്ന് ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് ഇത്ര നേരം സിസ്റ്റവും ഫോണും ഒക്കെ നോക്കിയിരുന്നല്ലേ, കുറച്ചൊന്ന് ഔട്ട് ഓഫ് ദ ബോക്സ് ഒന്ന് നോക്കിയിട്ട് ഒരു ചെറിയൊരു ബോക്കൊക്കെ എടുത്തിട്ട് നിങ്ങൾ പോയി പിന്നെ ഫ്രഷ് ആയിട്ടിരുന്ന് പഠിക്കുക.
എന്നിട്ട് കിടന്നുറങ്ങുക. സോ ഹെൽത്ത് ഒക്കെ ശ്രദ്ധിക്കുക. എക്സാം ഒക്കെ വരികയാണ്, മഴയൊക്കെ ഉണ്ട്, എല്ലാവരും സൂക്ഷിച്ച് ഒക്കെ ഇരിക്കുക. ഓക്കെ, അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇനി അധികം നിങ്ങളുടെ സമയം കളയുന്നില്ല, ഞാനും പോവാണ്. ബൈ. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പം ഇനി അടുത്തൊരു ചാപ്റ്ററുമായിട്ട് നമുക്കിനി വരുന്ന ദിവസങ്ങളിലെല്ലാം ലൈവ് ഉണ്ട്. സോ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേറ്റ്സ്, സമയം, കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഖദീജ, സമന്ത, അൻഫസാന, ആരിഫ്, ശ്രേയ, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. അപ്പം പോട്ടെ, ബൈ.